ഈ വാര്യത്തെ വീട്ടിൽ നിന്ന് ഹിന്ദു മതത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ ബേസിക് ടെക്സ്റ്റ് വായിക്കാൻ തരാം. അപ്പോൾ ഞാനിതൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴാണ് ഈ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം, ഒരു 5000 കൊല്ലത്തെ ലിറ്ററേച്ചർ, സനാതനധർമ്മത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ഓരോ ഫിലോസഫിക്കൽ ബേസിസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 8 ഇഞ്ച് നീളത്തിലൊരു സ്വർണ്ണ നിറത്തിലൊരു സർപ്പം കഴിഞ്ഞ് വരുന്നു. എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് വാലെ കുത്തി ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് പള്ളുവാതിക്കൽ എന്ന് പറയും, ആ വീടിന് നേരെ ഒറ്റ പറക്കലാണ്. അപ്പോൾ ഞാൻ പുരാണത്തിൽ കേട്ടുപഠിച്ച് ഈ സംഭവം വെറും മിത്താണെന്ന് ഞാൻ ധരിച്ചിരുന്ന സംഭവം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമാണ് ഞാൻ ഈ സർപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഈ പ്രകാശം ഇങ്ങനെ ഗോളമായിട്ട് വന്നിട്ട് ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ട ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് മുറിക്കകത്ത് കയറുമ്പോൾ ഒരു 6-6:30 മണിയായി. നോ ലൈറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദിസ് റൂം, ഹിസ് ബോഡി ഷൈൻസ്. ഈ പ്രകാശം അബ്സോർവ് ചെയ്തിട്ട് ഹി ഷൈൻസ് വിത്ത് ഹിസ് ബോഡി. കാസിം പറഞ്ഞു, ഞങ്ങൾ പഠിച്ച ഒരു ശാസ്ത്രപ്രകാരവും ഈ സ്വാമിജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഭൃഗുമുനി എഴുതി വച്ചിരിക്കുന്നു, 4000 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു യുവാവ് ഏത് സർവീസിൽ കയറും, ഏത് സ്ത്രീ വിവാഹം കഴിക്കും, ഇതെല്ലാം എഴുതി അവിടെ വെച്ചിരിക്കുകയാണ്. 4000 കൊല്ലത്തിന് മുമ്പ് എങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയാൻ പറ്റുക? അത് ഞാൻ പഠിച്ച ഒരു സയൻസിൽ എക്സ്പ്ലെയിൻ ആക്കത്തില്ല. ഞാൻ BSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ഒരാളാണ്. ടീച്ചർ ആ കയ്യിലിരുന്ന പുസ്തകം വെച്ചിട്ട് എൻ്റെ നെറ്റിയിൽ തലയുടെ മുകളിലോട്ട് 2 കൈയും വെച്ച് ഒറ്റ അനുഗ്രഹം, മോന് എഴുതിയെല്ലാം മോന് സാധിക്കാൻ ഇടവരട്ടെ എന്നൊരൊറ്റ അനുഗ്രഹമാണ്. നമസ്തേ, എല്ലാവർക്കും യതീഷിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ വളരെ മനസ്സിൽ ഭയങ്കര ആഴത്തിൽ നമ്മൾ റെസ്പെക്റ്റോടെ കാണുന്ന, അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വം. എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. യൂട്യൂബിൽ എന്നല്ല, TV-യിലും ഒരുപാട് പ്രോഗ്രാംസിലും നമ്മൾ കാണുന്ന, നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ഒരു ആദരവ് തോന്നുന്നൊരു വ്യക്തിത്വം. അപ്പോൾ എല്ലാ സന്തോഷത്തോടെയും അതിലേറെ ആദരവോടെയും ഞാൻ ആ വ്യക്തിയിലേക്ക് അടക്കം സ്വാഗതം. നമസ്കാരം. കൂടുതൽ മുഖവുര ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങ്. എനിക്ക് തോന്നുന്നു യൂട്യൂബൊക്കെ വരുന്ന കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ യൂട്യൂബ് വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ഉള്ള സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് അങ്ങയുടെ പ്രൊഫഷനും അങ്ങ് സംസാരിക്കുന്ന കഥകളും. അത് കംപ്ലീറ്റ്ലി ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല. അതൊരു ഒരു നദി ഒഴുകുന്ന പോലെ അങ്ങ് പറയുന്നത് എപ്പോഴും ഞങ്ങളെ കേട്ടിരിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു പോഡ്കാസ്റ്റ് ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഇന്ന് ആരും സാധാരണ കുഞ്ഞ് മുതൽ ഒരു വലിയ ആൾ വരെ വളരെ പേടിയോട് കാണുന്ന ഒരു പ്രൊഫഷനാണ് പോലീസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പ്രൊഫഷണൽ ഇതിൽ നിന്നുകൊണ്ട് അങ്ങയുടെ അതൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് അലക്സാണ്ടർ IPS എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ പുറകിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു തുടക്കം? ഈ ഒരു യാത്ര ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങയുടെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ, അതെവിടെ നിന്നാണ്, എങ്ങനെയാണ്? ഈ നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നത് നമ്മൾ ജനിച്ചു വളർന്ന കുറേ സാഹചര്യങ്ങളാണ്. അതെ. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് തുമ്പമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഈ പന്തളം രാജകൊട്ടാരത്തിന് ഒരു ചെറിയ കോയിക്കലുണ്ടായിരുന്നു. അത് തുമ്പമണ്ണിലാണ് ഈ ചെറിയ കോയിക്കൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവരുടെ കൂടെ അവിടെ ആസ്ഥാന പുരോഹിത വൃന്ദം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് പുത്തൻപെട്ടിൽ ശിവമഠം എന്ന് പറയുന്ന ഒരു ഇല്ലം. അപ്പോൾ ഈ തുമ്പമണ്ണാണ് പ്രസിദ്ധമായ തെക്കുള്ള വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നു. അതായത് ശങ്കരാചാര്യർ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അച്ഛനുമേയും വന്ന് രാത്രി ഉറങ്ങുമ്പോഴാണ് ദർശനം ഉണ്ടാവുകയും ശങ്കരാചാര്യ ജനത്തെ പ്രവചിക്കുകയും ചെയ്തത്. ശിവഗുരു. അതുകൊണ്ട് തെക്ക് ഒരു വടക്കുന്നാഥ ക്ഷേത്രം പണിയിച്ചു. അത് കൊടുമൺ ശക്തിഭദ്രൻ എന്ന് പറയുന്ന രാജാവാണത് പണിയിക്കുന്നത്. ഇപ്പോൾ കാളിദാസ കൃതികളോട് കിടപിടിക്കുന്ന ഏക സംസ്കൃത നാടകമാണ് ആശ്ചര്യ ചൂടാമണി. രാമായണ കഥയെ 7 ആശ്ചര്യങ്ങളായിട്ടാണ് ആശ്ചര്യ ചൂടാമണിയിൽ വിവരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് ശങ്കരാചാര്യരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ശങ്കരാചാര്യർ വന്നിട്ട് അവിടെ ആ ക്ഷേത്രം പ്രതിഷ്ഠിക്കുകയാണ്, വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. അതിന് 8 നമ്പൂതിരി ഇല്ലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ലമാണ് ബലിയാനിക്കൽ. ആ ബലിയാനിക്കൽ ഇല്ലത്തിൻ്റെ ബ്രാഞ്ചാണ് ശബരിമലയിലെ തന്ത്രിമാരായ താഴമൺ തന്ത്രിമാർ. അതുപോലൊരു കുടുംബമാണ് പുത്തൻപെട്ടിൽ ശിവമഠം എന്ന് പറയുന്ന കുടുംബം. അപ്പോൾ അന്തർരാജാവ് അവിടെ തന്നെ ഞങ്ങൾക്ക് വസ്തു വന്ന് ഞങ്ങൾ പള്ളി വെച്ച്, തുമ്പോൺ 2000 വീട്ടുകാരുള്ള ഭദ്രാസന പള്ളി, ഓർത്തഡോക്സ് ഭദ്രാസന പള്ളി.
അപ്പോൾ ആ പള്ളിയിലെ അച്ഛന്മാരായിരുന്നു, പുരോഹിതന്മാരായിരുന്നു എൻ്റെ കുടുംബത്തിലെ 28 തലമുറയിലെ പുരോഹിതന്മാർ. 21 തലമുറയായിട്ട് 28 അച്ഛന്മാർ. അപ്പോൾ 12 രാജാവ് 1793 അടുത്തൂൺ പറ്റി ടിപ്പുവിനോടുള്ള യുദ്ധത്തിന് പൈസ കൊടുത്തത് വീട്ടാൻ പറ്റാതായപ്പോൾ. അപ്പോൾ 12 രാജാവ് ഈ കോയിക്കൽ വിറ്റപ്പോൾ എൻ്റെ പൂർവികർ ഇത് വാങ്ങിച്ചു. അത് 1812 ബ്രാഹ്മണരും നായന്മാരും അല്ലാതെ ആദ്യമായിട്ട് ക്രിസ്ത്യാനിടയിൽ നിന്ന് ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കേണൽ മൺറോയുടെ സ്വാധീനപ്രകാരം ലക്ഷ്മിഭായ് തമ്പ്രാട്ടിയോട് ആണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു ക്രിസ്ത്യാനി ജഡ്ജിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. പുത്തമ്പേട്ടിൽ ഫിലിപ്പോസ് ജഡ്ജി എന്ന് പറയും. അപ്പോൾ ആ ഫിലിപ്പോസ് ജഡ്ജിയുടെ കാലത്ത് ഈ 12 രാജകൊട്ടാരവും ഈ പുത്തമ്പേട്ടിൽ ശിവമഠം നമ്പൂരിമാടില്ല. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെ പുത്തമ്പേട്ടിൽ നിന്ന് മാത്രമാക്കി, ശിവമഠം വെട്ടിയിട്ട് പുത്തമ്പേട്ടിൽ നിന്ന് മാത്രമാക്കി. അപ്പോൾ ശബരിമല അയ്യപ്പൻ ഈ 12 കൊട്ടാരത്തിൽ വളർന്ന് ചരിത്രം പറയുമെങ്കിലും പലപ്പോഴും അദ്ദേഹം വളർന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ്. അതായത് ഈ തെക്കേ കോയിക്കലും തുമ്പോണുള്ള ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് അയ്യപ്പൻ കളിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോഹിനി തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി 12 കൊട്ടാരം ആക്രമിച്ച് ഉദയനൻ എന്നൊക്കെ ഈ ചരിത്രത്തിൽ പറയും. ആക്ച്വലി മോഹിനി തമ്പുരാട്ടി പന്തളത്ത് നിന്ന് തുമ്പോൺ വരുന്ന വഴിക്കാണ് ഈ ഉദയനൻ അടിച്ചുകൊണ്ട് പോയത്, ഈ മറവ ചീഫ്റ്റൻ അടിച്ചുകൊണ്ട് പോയത്. ഉദയനന് വ്യാഘ്രപാദൻ എന്നും സിംഹബാഹു എന്ന് പറഞ്ഞ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മോഹിനിയെ കൊണ്ട് ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ജനിച്ച് വളരുമ്പോൾ ഞങ്ങൾ ഇല്ലം വാങ്ങിച്ചു. പക്ഷേ ഇല്ലം പൊളിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ വീട് ഇല്ലമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു കോൺക്രീറ്റ് കൊണ്ടൊരു വീടുണ്ടാക്കി അവിടെ താമസിക്കും. ഒറിജിനൽ ഇല്ലം 800 കൊല്ലം പഴക്കമുള്ള ഇല്ലം അതുപോലെ സൂക്ഷിച്ചിരിക്കുക. അവർ കത്തിച്ചൊരു നിലവിളക്ക് ഞങ്ങൾ അതുപോലെ സൂക്ഷിക്കുക. രാവിലെ ഞങ്ങൾ 7 മണിക്ക് നിലവിളക്ക് കത്തിച്ചാൽ അവിടുന്ന് ഒരു മുറുക്കം പാമ്പ് ഇറങ്ങി വന്നിട്ട് ആ വിളക്കിന് ചുറ്റും പത്തി വെച്ചൊന്ന് കറക്കും, ആരതി ഒഴിയും, എന്നിട്ട് പോകും. വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തിന് ആ വിളക്ക് കത്തിച്ചാൽ ഒരു 8 അടി മുക്കം വരും. അവൻ ആ വിളക്കിന് ചുറ്റും തിരിക്കി വിറ്റ് ഒരു ആരതി കറങ്ങിയിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ CCTV ഫിറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് കാണാം ഈ പാമ്പ് വരുന്നതും ആരതി ഒഴിയുന്നത് ഞാൻ കാണാൻ പറ്റും. CCTV ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ ഇഷ്ടം പോലെ പാമ്പാണ്. പക്ഷേ 10-250 കൊല്ലമായിട്ട് ഞങ്ങളെ കുടുംബത്തിൽ ഒരൊറ്റ മനുഷ്യനെ അത് കടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാവലായിട്ടുള്ള ഒരു സംഭവമാണ് ആ സർപ്പത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരാണത്തിൽ നമ്മൾ സർപ്പമുണ്ട്, അത് വാലെ കുത്തി പറക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സുവോളജിയും ബോട്ടണിയൊക്കെ പഠിച്ച വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇത് വെറും പൊട്ടക്കഥയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ബാക്കിൽ വന്ന് നിന്നപ്പോൾ ഒരു സർപ്പം, ഒരു 8 ഇഞ്ച് നീളത്തിലൊരു സ്വർണ്ണ നിറത്തിലൊരു സർപ്പം എഴിഞ്ഞു വരുന്നു. എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് വാലെ കുത്തി ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് പള്ളുവാതിക്കൽ എന്ന് പറയും, ആ വീടിന് നേരെ ഒറ്റ പറക്കലാണ്. അപ്പോൾ ഞാൻ പുരാണത്തിൽ കേട്ടുപഠിച്ച് ഈ സംഭവം വെറും മിത്താണെന്ന് ഞാൻ ധരിച്ചിരുന്ന സംഭവം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമാണ് ഞാൻ ഈ സർപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഇല്ലവും അതിനോട് ചേർന്നുള്ള 800 വർഷത്തെ പഴക്കമുള്ളൊരു പാരമ്പര്യവും എന്നെ വളരെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ പന്തളം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു നായർ, പന്തളത്ത് പ്രസിദ്ധമായ കൊരമ്പാലയുള്ളൊരു നായർ തറവാട്ടിൽപ്പെട്ട ആളാണ്. പുള്ളി ഇവിടെ നിന്ന് ഹിമാലയത്തിൽ പോയി അവിടെ ഏതോ ഗുരുവിൻ്റെ അടുത്ത് തപസ്സൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നു. പക്ഷേ ഈ ഗുരുവിന് 50 വയസ്സായപ്പം അദ്ദേഹത്തിന് ഗുരു പറഞ്ഞു, നീ ഇനി ഹിമാലയത്തിൽ നിന്ന് ഇരിക്കണ്ട, നീ തിരിച്ച് തന്നെ നാട്ടിൽ പോയി അവിടെ ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഈ തൈലസ്വാമി ഞങ്ങൾ വിളിക്കുന്നത്, അദ്ദേഹം ഇങ്ങനെ വരും, തോളത്തൊരു കുരങ്ങനുണ്ട്, ഇങ്ങനെ പോവും, അപ്പോൾ ഓരോ പാണ്ഡിത്യമാണ്. അപ്പോൾ 1967 കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി. ഇരുകര മുട്ടി ഒഴുകാണ്. ഞങ്ങൾ ഈ വെള്ളം കാണാനായിട്ട് പോയി. വലിയ തടികളും പാമ്പുകളും ഒക്കെ ഇങ്ങനെ എഴിഞ്ഞു പോവാണ്. ഈ തൈലസ്വാമി കൈപ്പോട്ട് കടവിൽ ചെന്നിട്ട് വെറുതെ വെള്ളത്തിലോട്ട് ഇങ്ങനെ തടി ഒഴുകുന്ന പോലെ കിടക്കുക. എന്നിട്ട് ഈ തടികളുടെയും പാമ്പിൻ്റെയും ഇടയ്ക്കൂടി ഈ സ്വാമി ഇങ്ങനെ ഒഴുകി വരികയാണ്. അദ്ദേഹം ഹഠയോഗം പഠിച്ചിരിക്കുന്നത്, അദ്ദേഹം വെള്ളത്തിൽ താഴെ ഹഠയോഗത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒഴുകി വന്നിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിയുടെ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ഞങ്ങളവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുക, ഇത് കാണാൻ, ഈ വെള്ളപ്പൊക്കം കാണാൻ ചെന്നാണ്. അപ്പോൾ ഇതുപോലൊരു ആൾ ഒഴുകി വന്നിട്ട് ആ പടിയിലോട്ട് കയറി. അപ്പോൾ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പൂജാരി ഇറങ്ങി വന്നിട്ട് ഒരു കമ്പ് കൊണ്ട് കുത്തി കളയാൻ നോക്കി. കാരണം ഈ ശവം വന്ന് അടിഞ്ഞു പോയി അന്ന് പൂജ ചെയ്യാൻ പറ്റിയില്ല. ശവമെന്ന് കരുതി. ശവമെന്ന് വെച്ച് കുത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ചാടി സ്വാമി എഴുന്നേറ്റ്, എന്താടാ നീന്തി ഒന്ന് വിശ്രമിക്കാൻ നീ എന്നെ വടി കൊണ്ട് കുത്തുന്നു. അയ്യോ സ്വാമിയാണെന്ന് മനസ്സിലായില്ല, ഏതോ ശവമാണെന്ന് വിചാരിച്ച് കുത്തിപ്പോയതാന്ന്.
അപ്പോൾ ഈ സ്വാമി ഈ വെള്ളപ്പൊക്കത്തെ ഘടകം കൊണ്ട് നേരിടുന്നത് ഞങ്ങൾക്ക് വളരെ അത്ഭുതത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ജംഗ്ഷനിൽ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക, ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ 12 SI ഉണ്ടായിരുന്നു. കാസിം നേരെ ജീപ്പിൽ പാഞ്ഞ് അവിടെ വന്ന് നിർത്തി. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ്. SI കണ്ടു. സ്വാമി എഴുന്നേറ്റില്ല. എന്തോടാ നിനക്ക് മാത്രം എഴുതാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചു. അത് അറിവുള്ളവരെ കണ്ടാൽ എഴുന്നേക്കും, അഹങ്കാരികളെ കണ്ട് എഴുന്നേക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ കാസിമിന് സബ് ഇൻസ്പെക്ടർക്ക് ഭയങ്കര ദേഷ്യമായി. അത് ലാക്ക് പൊത്തി ഒരു അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിലേക്കൂടി ഇയാൾ ലാത്തി വീശിയാലും ഈ സ്വാമിജി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആ വടി ഇങ്ങനെ പിടിച്ചിട്ട് ചുഴറ്റിയും കളയും. ഇദ്ദേഹത്തെ അടിക്കാൻ പറ്റിയില്ല. 4 തവണ SI നോക്കി തല്ലാൻ പറ്റിയില്ല. SI ചാടി ജീപ്പിൽ കയറി. SIയും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീപ്പ് വിട്ട് തിരിച്ചങ്ങ് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീപ്പ് തിരിച്ചു വരുന്നത് സ്വാമിക്ക് 2 കിലോമീറ്റർ ദൂരെ എന്നറിയാം അവിടെ നിന്ന് ആൾ വരുന്നുണ്ടെന്ന്. സ്വാമിജി നേരെ എഴുന്നേറ്റ് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കുടുംബം വടക്കടത്ത് കുടുംബമുണ്ട്. അവിടെ ഒരു വലിയ ആൽമരമുണ്ട്. ഇദ്ദേഹം ആൽമരത്തിൽ ഒന്ന് അണ്ണാൻ കയറുന്ന പോലെ കയറി മേളിൽ ചെന്നിട്ട് ഈ ഓലയിൽ കാല് ചുറ്റി വവ്വാൽ കിടക്കുന്ന ഉച്ചകുത്തനെ കിടന്നു. അപ്പോൾ SI ജീപ്പിൽ ഒന്ന് ഇറങ്ങി, 4 പോലീസോട്ട് ചാടി ഇറങ്ങി. സ്വാമി എവിടെ? ദോണ്ട് കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ SI നോക്കിയപ്പോൾ ഇയാൾ ഈ സ്വാമിജിയില്ല, പനയുടെ ഇലയിൽ തൂങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഈ SI വന്നു കഴിഞ്ഞപ്പം സ്വാമി അവിടെ കിടന്നൊരു പാട്ടങ്ങോട്ട് പാടി. മുസ്ലിയാരെന്നെ മുസലമെടുത്തൊന്ന് തല്ലിയാൽ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിയാർ എന്ന് പറയുന്നത്. അപ്പം മുസലോ എന്നുള്ള വാക്കിന് ഈ വടിയിൽ നിന്ന് അർത്ഥമുണ്ട്. മുസലിയാരെന്നെ മുസലമെടുത്തൊന്ന് തല്ലിയാലോ എന്ന് പറഞ്ഞ് നീട്ടി പാടുകയാണ്. അപ്പോൾ SIക്ക് ആകെ ഇടിപ്പിനായിപ്പോയി. പുള്ളി കാറെടുത്തങ്ങ് ഇതിനെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞാൽ ആ കാറെടുത്തങ്ങ് പോയി. അപ്പോൾ ഈ സ്വാമിക്ക് ഇങ്ങനെ അതീന്ദ്രിയമായ കുറേ കഴിവുകളുണ്ടായിരുന്നു. അത് നമ്മുടെ സാധാരണ ബോട്ടണിയിലോ സുവോളജിയിലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വാടക കൊടുക്കുന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ഹോട്ടലൊക്കെ നിർത്തി ഞങ്ങൾ. അപ്പോൾ സ്വാമിജി വല്ലപ്പോഴും ഒരു ചായ കുടിക്കും. പൈസ ആരും ചോദിക്കുകയില്ല, കൊടുക്കുകയില്ല. അപ്പോൾ അന്ന് അവിടെ വന്ന് ചായ കുടിച്ചപ്പോൾ ഈ കട നടത്തുന്ന ആൾ അയാൾ പറഞ്ഞു, സ്വാമിക്ക് കടയിൽ നിന്ന് ഒരിക്കലും പൈസ എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത ആൾ പറഞ്ഞു, സ്വാമിയുടെ നിന്ന് പൈസ തന്നിക്കണ്ട, ഈ വടയും ചായയുടെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അല്ലല്ല, സ്വാമിയുടെ നിന്ന് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തൈലസ്വാമി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിൻ്റെ ചായയും വടയും അങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ നമ്പരൊന്ന് ചായയും വടയും കഴിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്കും. പുള്ളി പെട്ടെന്ന് ഈ കഴിച്ച ഇല അങ്ങോട്ടെടുത്ത് മുണ്ടിനടിയിലോട്ട് പിടിച്ചപ്പം പരിപ്പൂടെ അതുപോലെ ഇരിക്കുന്നത് മേശപ്പുറത്തോട്ട് വെച്ചു. എൻ്റെ ചായ തന്നേക്കാമെന്ന് പറഞ്ഞു. ഗ്ലാസ് എടുത്ത് മുണ്ടിനടിയിലോട്ട് പിടിച്ചു. മൂത്രമൊഴുകി ശബ്ദം കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. നമ്മൾ മൂത്രമൊഴിച്ചാൽ മൂത്രമല്ലേ വരത്തുള്ളൂ, ചായ എങ്ങനെ വരും? മൂത്രാശയത്തിനകത്തൊന്നും അതെടുത്ത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് പഠിക്കും. ഞാൻ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. അതായത് ഒരു മോഡേൺ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫിനോമിനാണ് ഈ സ്വാമിജി സ്വന്തം ശരീരത്തിൽ കൂടി കാണിക്കുന്ന ഓരോ പരിപാടികൾ. ഒരിക്കൽ ജംഗ്ഷനിൽ സ്വാമി ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 പേര് തമ്മിൽ തർക്കമുണ്ടായി. ഒരാൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാം. അപ്പോൾ ഒരാൾ പറഞ്ഞു 5 ഗ്ലാസ് കുടിക്കാം, മറ്റേ ആൾ പറഞ്ഞൊരു 9-10 ഗ്ലാസ് വരെ കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വാമി നടന്നു വന്നു. സ്വാമിജി, ഒരാൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാം? സ്വാമിജി പറഞ്ഞു, എത്ര ഗ്ലാസ് കുടിക്കണം അത്രയും കുടിക്കാം. സ്വാമിജി ചുമ്മാ കളിയാക്കാ സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഞങ്ങളുടെ വടക്കടത്ത് പുരയിടത്തിലൊരു പനയുണ്ടായിരുന്നു. ഈ സ്വാമി പണ്ട് തൂങ്ങിക്കിടന്ന പന. അവിടുന്ന് കള്ളൊക്കെ എടുത്തുകൊണ്ട് ഒരാൾ ഈ കുടവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ തർക്കിക്കുന്ന ഒരാൾ ഒരു ഗൾഫുകാരനാണ്. അപ്പോൾ അയാളെ വെച്ച്, സ്വാമിജി ഈ കുടത്തിലെ മുഴുവൻ കള്ളും കുടിക്കാമോ? സ്വാമി കുടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അദ്ദേഹത്തിന് വെച്ച്, നീ ഈ കള്ളുകൊണ്ട് ഷാപ്പിൽ കൊടുത്താൽ എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന് വെച്ചു. 40 രൂപ കിട്ടും, നീ 45 രൂപ പിടിച്ചോളാൻ പറഞ്ഞു. ഇവൻ ഗൾഫുകാരനാണ്. ഉടനെ പൈസ എണ്ണി കയ്യിലോട്ട് കൊടുത്തു. സ്വാമിജി കുടം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഈ കള്ളങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. ഒരു 45 ഗ്ലാസസ് കള്ള് ഒറ്റയടിക്ക് കുടിക്കുകയാണ്. അപ്പോൾ ഒരു 5-8 ഗ്ലാസ് കുടിച്ച് തലയ്ക്ക് പിടിക്കണ്ടേ? ഇദ്ദേഹത്തെ മുഴുവനും കുടിച്ച് തീർന്നല്ലോ. തീർന്നു, ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് കുടം കൊണ്ടങ്ങനെ പോയി. അപ്പോൾ ഇവർ തർക്കിച്ച തർക്കത്തിനകത്ത് എത്ര ഗ്ലാസ് കുടിക്കണം അത്രയും കുടിക്കാമെന്ന് പറഞ്ഞു. ഉടനെ സ്വാമി പറഞ്ഞു, ഇതിച്ചിരി കൂടി പോയി കുറച്ച് കളയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജംഗ്ഷന് തൊട്ടടുത്ത് ഞങ്ങളുടെ സെമിത്തേരിയാണ്, ശവക്കല്ലറയാണ്. അതിനടുത്തോട്ട് നിന്ന് സ്വാമിജി മൂത്രം ഒഴിക്കാൻ തുടങ്ങി. 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ, 4 ലിറ്റർ, 5 ലിറ്റർ മൂത്രം. അപ്പം നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ യുറീത്രയ്ക്ക് 300 ml കപ്പാസിറ്റി ഉള്ളൂ. ഈ 300 കപ്പാസിറ്റിയുള്ള യുറീത്രയിൽ നിന്ന് ഈ മനുഷ്യൻ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൂത്രമൊഴിച്ച് ഒരു 5 ലിറ്റർ മൂത്രം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പം നമ്മളൊരു ബയോളജി പഠിച്ച ഒരാൾക്ക് ഒരു കാരണത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സ്വാമിജി കാണിക്കുന്ന ഓരോ പണികൾ. അപ്പം ഈ കാസിം അത് കഴിഞ്ഞിട്ട് പ്രൊമോഷനായി DYSP ആയപ്പോൾ തന്നെ ഞാൻ IPS കിട്ടി SP ആയി.
അപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് നമ്മൾ കാസിൽ നിൽക്കുന്നു, മാവേലിക്കര DYSP ആണ്. ഞാൻ ചോദിച്ചു, കാസിമേ പണ്ടത്തെ കഥ ഓർമ്മ ഉണ്ടെന്ന് ചോദിച്ചു. സാറിന് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാനവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കാസിം പറഞ്ഞു, ഞങ്ങൾ പഠിച്ച ഒരു ശാസ്ത്രപ്രകാരവും ഈ സ്വാമിജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാമിജി പറഞ്ഞു, അടുത്ത തുലാം 20 ശേഷം ഞാൻ ഉണ്ടാവില്ല, നിങ്ങളെ കാണാനില്ല, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. സ്വാമി തിരിച്ച് ഹിമാലയത്തിൽ പോവാണോ? അല്ലോ, ഞാൻ ഒരു സ്ഥലം വരെ പോകുമെന്ന് പറഞ്ഞു. തുലാമാസം 20-ാം തീയതി അന്ന് ഇദ്ദേഹം സമാധിയായി. അപ്പോൾ സമാധിയാകുമ്പോൾ നമ്മുടെ മൂക്കിനകത്തോടോ വായിക്കകത്തോടോ ഒക്കെ നമ്മുടെ ജീവൻ പോകും. അപ്പോൾ സന്യാസിമാരെ സമാധിയാകുമ്പോൾ ഉച്ച പൊട്ടിയാണ് ജീവൻ പോകേണ്ടത്. ഈ സന്യാസി മരിച്ചു കഴിഞ്ഞപ്പോൾ പരിശോധിക്കുമ്പം അതിങ്ങനെ ഈ മദ്രാസനത്തിൽ ഇരിക്കുകയാണ്. ഉച്ചയുടെ നടക്ക് നമ്മൾ ഈ കരിക്ക് ഇങ്ങനെ വെട്ടി തുറന്ന് കുടിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഉച്ചയുടെ നേരെ നടക്ക് എല്ല് പൊട്ടി മാറിയിരിക്കുകയാണ്. അതുവഴിയാണ് ഈ ആത്മാവ് പോയിരിക്കുന്നത്, സമാധിയായിരിക്കുന്നത്. അപ്പോൾ ഈ ഇതുപോലൊരു സ്വാമിയുടെ ഈ സ്പിരിച്വൽ പവേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു ഘടകമാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഈ പുരോഹിതന്മാരായ അപ്പന്മാർ പലരും അസാധാരണ കഴിവുള്ളവരായി. അപ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗീവറീസ് കത്തനാർ എന്ന് പറയും, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ കുർബാന ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയമായപ്പോൾ ഒരു ആനയുടെ പുറത്ത് അവിടുത്തെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എണ്ണ ഭരണി കൊണ്ടുപോവാണ്. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് എത്തിയപ്പോഴേക്ക് ആനയ്ക്ക് മതമിളകി ചിഹ്നം വിളിച്ചിട്ട് പുറത്തിരിക്കുന്ന ആളിനെ കുടഞ്ഞങ്ങ് തെറിപ്പിച്ച്, എന്നിട്ട് ഈ ആന പള്ളിയുടെ നേരെ ഒരൊറ്റ വരവാണ്. അപ്പോൾ പള്ളിക്കൊരു മതിലുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ പള്ളിപ്പാത്ത എൻ്റെ വീടിന് മുൻവശത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ആന വരുന്നുണ്ട്, ഇവരെല്ലാം ഓടി പള്ളിക്കകത്ത് കയറി. അപ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇറങ്ങി വന്നിട്ട് എന്തോ പുള്ളി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് വാഴ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ മതങ്ങളെ ആന വന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ നിന്നു. ഈ എണ്ണ പറഞ്ഞ് താത്തു വെച്ചു. നീ ഇവിടെ കിടന്ന് ശല്യമൊന്നും ഉണ്ടാകില്ല കേട്ടോ, നിന്നെ ജയിപ്പിച്ച് ജോലി നീ ചെയ്യുക, പറഞ്ഞെടുത്തോണ്ട് പാൻ പറഞ്ഞു. ആനയെടുത്ത് ആന ഇവിടെ അടങ്ങി അങ്ങ് നിന്ന്. അപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു, ഈ ആന ഇവിടെ വെച്ചിടയുകയും പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഭരണി വെക്കുകയും ചെയ്തതുകൊണ്ട് ഈ ഭരണി പള്ളിയിലിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തുമ്പോൺ വെല്ലുവിളി ചെല്ലുമ്പോൾ ആ പള്ളിയുടെ നേരെ നടുക്ക് ഈ എണ്ണ ഭരണി വെച്ചിട്ടുണ്ട്. ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ഭരണിയാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആനയെ തളച്ചിട്ട് ആ ഭരണി ക്ഷേത്രക്കാർ തന്നതാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭരണിയുടെ പൈസ പള്ളിക്കാർ കൊടുത്തു. പക്ഷേ ആ ഭരണി അവിടെ ഇരിപ്പുണ്ട്. സ്പിരിച്വൽ പവറാണ്. എൻ്റെ വീടിൻ്റെ ആ പഴയ പെരയുടെ ഫ്രണ്ടിൽ സ്ത്രീകളാരും ഇരിക്കുകയോ കിടക്കുകയും ചെയ്യത്തില്ല. ഞാനും എൻ്റെ എൽഡർ ബ്രദറും എൻ്റെ അങ്കിളും ഒക്കെ അവിടെ രാത്രി കിടന്നുറങ്ങും. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ഇളയ ബ്രദറിൻ്റെ വൈഫ് അവിടെ വന്നിരുന്ന് അവിടുത്തെ ജനലിൽ കൂടെ നോക്കി ഈ റോഡ് കിടപ്പുന്ന സംഭവങ്ങളൊക്കെ കാണാം. അങ്ങനെ ഇരുന്ന് അബദ്ധവശാൽ അമ്മച്ചി അങ്ങ് ഉറങ്ങിപ്പോയി. ഒറ്റ അടി കേട്ടിട്ട് അമ്മ ഇങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ മാത്രം ഇപ്പുറത്തെ വീട്ടിൽ ഇരിക്കുകയാണ്, പുതിയ വീട്ടിലോട്ട്. ഞങ്ങൾ രണ്ടും ഇറങ്ങി ഓടിച്ചെന്നപ്പോൾ പറഞ്ഞു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അയ്യോ, എന്നെ ഒരു അച്ഛൻ വന്ന് അടിച്ചു, തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞു. വളരെ പ്രായമുള്ള അച്ഛനാണെന്ന് വെച്ചു. അപ്പോൾ ഈ അമ്മച്ച നല്ല വെളുത്ത, അടി കിട്ടിയ പാട് ഇങ്ങനെ കവിളിൽ പതിഞ്ഞ് കിടപ്പുണ്ട്, ഈ 4 വിരലിൻ്റെ പാട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള അച്ഛന്മാരുടെയൊക്കെ ഫോട്ടോ എടുത്ത് കാണിച്ചതിൽ ഏത് അച്ഛനാണ്. അപ്പം അമ്മച്ചി ചൂണ്ടിക്കാണിച്ചു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പുത്തൻവീട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഗീവറീസ് കത്തനാരുടെ മകനുണ്ട്. ആ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഈ അച്ഛനാണ് ഞങ്ങളെ അടിച്ചെന്നത്, എന്നെ അടിച്ചെന്നത്. അപ്പോൾ ഒരു ആത്മാവ് ഒന്നിങ്ങനെ ഒരു ഡെഡായ ഒരാൾ ഇങ്ങനെ ഒന്ന് ഫിസിക്കലി ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ സംശയമായി. അതെ. അപ്പോൾ ഈ സമയത്ത് ഈ അച്ഛനെ അടക്കിയിരുന്നത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ ഭിത്തിയും മതിലുമൊക്കെ അങ്ങ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി. അപ്പോൾ ഈ സ്കൂളിന് പൈസ ഒന്നുമില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് സമീപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം സിമെൻറ്റ് ഇട്ടിട്ട്, അപ്പോൾ സിലിണ്ടുമ്പോൾ ഞാൻ ബിഷപ്പിനോട് പറഞ്ഞു, ഈ അച്ഛൻ്റെ കല്ലറയുടെ മുകളിൽ ഒരു മാർബിൾ അങ്ങ് വിരിക്കാം. അപ്പോൾ പിള്ളേരൊന്നും ഇത് മനസ്സിലാക്കാതെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയോ എല്ലാം ചെയ്താൽ പ്രശ്നമാണ്, തിരുവനന്തപുരം ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 2-3 ലക്ഷം രൂപ മുടക്കിയ സ്കൂൾ റിപ്പയർ ചെയ്തു. ഈ വലിയൊലിപ്പച്ചൻ്റെ കല്ലറയുടെ മുകളിൽ സ്ലാബ് ഇടാനായിട്ട് എല്ലാം കൊടുത്തു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളതുകൊണ്ട് പണിക്കാരൻ അവർ ഈ സ്ലാബ് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. രാത്രിയായപ്പോൾ ഭയങ്കര അടി കിട്ടിയവൻ. അടി കിട്ടിയത് തന്നെയല്ല, ഇവനെ എടുത്ത് എറിഞ്ഞ് ഇവനൊരു 5-8 മീറ്റർ ദൂരെ പോയി വീണു. അപ്പോൾ ഇവൻ കൂടെ കിടന്നെന്ന് വെച്ച്, നീ തന്നെടാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. അതിലൂടെ ഞാൻ ഉറങ്ങിക്കിടക്കല്ലോ, ഞാൻ എന്നെ അടിക്കുന്നത് ചോദിച്ചു.
അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പം ഈ പണിക്കാരൻ എന്നോട് പറഞ്ഞ് എന്നെ രാത്രി ആറാണ്ട് കയറി അടിച്ചു ഇതിനിടയ്ക്കെന്നൊക്കെ പറഞ്ഞു. ഈ കിടന്ന സ്ഥലം ഒന്ന് കാണിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്തുവാണ്, ഇവൻ ഈ കിടന്നത് ഈ അച്ഛൻ്റെ കല്ലറയുടെ മുകളിലോട്ട് കാല് വെച്ചുണ്ട്. അപ്പോഴാണ് ഈ അടി കാല് കയറ്റി വെച്ചിട്ട് കാല് കയറ്റി വെച്ചിട്ടാണ്. ശരീരം ഇപ്പുറത്താണ്, തുടങ്ങിയിട്ടുണ്ടാവും അടി പറ്റുന്നത്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ആത്മ എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു സംശയം ഉണ്ടാകും. പക്ഷേ എൻ്റെ കുട്ടി ട്രഡീഷണലായിട്ട് 800 കൊല്ലം പഴക്കമുള്ള ഒരു നമ്പൂതിരി ഇല്ലത്തിൽ ജീവിക്കുന്നു, ആത്മാക്കളുടെ വലിയ പ്രസൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു അതീന്ദ്രിയമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നോർമൽ കുട്ടി കിട്ടാത്ത ഒരു ജീവിത സാഹചര്യമാണ് എനിക്ക് ആ വീട്ടിൽ താമസിക്കുന്നത് കിട്ടുന്നത്. ഇനി അവിടെ പരിമല തിരുമേനി എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു തിരുമേനി ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്പോൺ ഭദ്രാസനം 1876 തുടങ്ങി. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ അന്ത്യോക്യയിൽ നിന്ന് പാത്രീസ് ബാവ വന്നിട്ട് 7 മെത്രാന്മാരെ വാഴിച്ചു. അതിൽ 29 വയസ്സുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അച്ഛനായ പരിമല തിരുമേനിയാണ് വിളിക്കുന്നത്, പരിമല മാർ ഗ്രിഗോറിയോസ്. അപ്പോൾ ഈ തിരുമേനിയെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ തിരുമേനിയാക്കി വാഴിച്ചു. അദ്ദേഹം തുമ്പോൺ വന്ന് താമസിക്കുമ്പം ഈ പള്ളിമേട ഉണ്ടായിരുന്നു. ആ പള്ളിമേട പൊളിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ സൺഡേ സ്കൂൾ നടത്താൻ വേണ്ടി എൻ്റെ വീടിൻ്റെ പ്രാർത്ഥന റൂംഡോശാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തന്നെയല്ല, അച്ഛന്മാരുടെ ഒരു സെമിനാരി ഉണ്ടായിരുന്നു എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആ വൈദികരെ എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ റൂമിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, പരിമലത്തിനുവേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിമലത്തിനുവേണ്ടി അവിടെ ഉള്ള സമയത്താണ് വലിയൊരു മസൂരി പൊട്ടിപ്പുറപ്പെടുന്നു. 1886 പൊട്ടിപ്പുറപ്പെട്ടു. തുമ്പോണ്ട് ആകെ ജനസംഖ്യ 1/3 മരിച്ചുപോയി. ആ ഒരു മരുന്നൊന്നുമില്ല. ഈ തിരുമേനി ഇറങ്ങി നടന്ന് ഓരോ മസൂരികളിൽ വീട്ടിൽ ചെല്ലും, പ്രാർത്ഥിക്കും. ഈ തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ചാൽ മസൂരി ഇല്ലാതാവും. ഇപ്പോഴും രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. പിന്നാൾ ഞാൻ ടെലിവിഷനിൽ ഒരിടത്ത് വെച്ച് അബദ്ധവശാൽ ഇത് പറഞ്ഞു പോയി. അപ്പോൾ നിരീശ്വരവാദികൾ എന്നെ അറ്റാക്ക് ചെയ്തു. അവർ പറഞ്ഞു, സാറ് ഈ 21 ജീവിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞാൽ അങ്ങനെ മസൂരി ഒരു പുരോഹിതം വിചാരിച്ചാൽ പോവും എന്നൊക്കെ നിരീശ്വരവാദികൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഞാനവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിതിനെ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ ആരോടൊന്നും ചോദിച്ചു നോക്ക്, എത്രയോ കുടുംബങ്ങളിൽ മസൂരി എന്ന് പറഞ്ഞൊരു ഒരു രോഗമില്ലാതാക്കി പരിമല തിരുമേനി. ഈ പരിമല തിരുമേനിയുടെ പേരിലാണ് ഈ പരിമല തിരുമേനിയാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് പട്ടം കൊടുക്കുന്നത്, പുരോഹിതനായിട്ട് പട്ടം കൊടുക്കുന്നത്. എൻ്റെ അമ്മയുടെ ഗ്രാൻഡ് ഫാദർ അച്ഛൻ, ആ അച്ഛനും പട്ടം കൊടുക്കുന്നത് പരിമല തിരുമേനിയാണ്. എൻ്റെ പറ്റേണൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും മറ്റേണൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും പരിമല തിരുമേനി പട്ടം കൊടുത്താണ്. അപ്പോൾ തിരുമേനി അവിടെ ചെയ്ത് ഒരുപാട് അത്ഭുതങ്ങളോട്ടു. ഈ അത്ഭുതങ്ങൾ ചെറുപ്പത്തിലെ കേട്ട് പഠിച്ചത് കാരണം ഈ സ്പിരിച്വലായ സംഭവങ്ങൾ, അത് നോർമലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പെടാത്ത ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ ആ സമയത്താണ് തുമ്പോണ്ടൊരു നായർത്തറവാടുണ്ട്, വാര്യത്തെന്ന നായർത്തറവാട്. അതായത് ക്ഷേത്രത്തിൻ്റെ വാര്യം അല്ലെങ്കിൽ ഭരണം നടത്തുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവിടുത്തെ കാരണവരെന്ന് പറയുന്നത് വരിക്കോലിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ നായർത്തറവാടിലാണ്. ഒരു 1000 കൊല്ലം പഴക്കമുള്ള കുടുംബമാണ് ഈ വരിക്കോൽ. ഈ ചന്ദ്രകര ശക്തിപീഠൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കുന്ന എപ്പോഴും ഈ തറവാട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ രാജാവ് വരിക്കുന്ന കോവിലകം, കല്യാണം കഴിക്കുന്ന കോവിലമായതുകൊണ്ട് വരിക്കോൽ എന്നൊരു വീട്ടുപേർ വരുന്നത്. അവർ 100 ഗ്രാമങ്ങളെ അവരാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ 100 എന്ന് വിളിച്ചിരുന്നു. 100 ഗ്രാമം ഭരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ വാര്യത്ത് എന്ന് പറഞ്ഞ കുടുംബം. അപ്പോൾ ആ വാര്യത്ത് കുടുംബത്തിലെ ഒരു ഞാൻ ഇടയ്ക്ക് പോകും. അവരുടെ ഒരു മകനുണ്ടായിരുന്നു, മോഹൻ ചേട്ടൻ. അവർക്ക് ഇഷ്ടംപോലെ സ്വത്താണ്. അവർക്ക് 10-100 ഏക്കറുണ്ട്. തുമ്പോണും കീരുകുഴി, തട്ട, കോന്നി മുതലായ സ്ഥലങ്ങളിലാണ്. അപ്പോൾ വന്നത്തെ ഒപ്പം അവൻ NSSൻ്റെ കരയോഗം തുടങ്ങാൻ തീരുമാനിച്ചു. വസ്തു വേണ്ടേ, പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? അവൻ വരിക്കോലിലെ നായർ മൂപ്പം പറഞ്ഞു, ആ തട്ട ജംഗ്ഷന് ഞാൻ 1 ഏക്കർ സ്ഥലം തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2500 കരയോഗമുള്ള NSSൻ്റെ ആദ്യത്തെ കരയോഗം തട്ടയിലാണ്, നമ്പർ 1 കരയോഗം. കാരണം ഫ്രീ ആയിട്ട് വസ്തു കിട്ടി. കുറച്ച് കഴിഞ്ഞ് വരിക്കോൽക്കാർ എന്ത് ചെയ്തു, 12 ഏക്കർ സ്ഥലം NSSന് കൊടുത്തു. അവിടെയാണ് പെരുമ്പുള്ളിക്കലെ പ്രസിദ്ധമായ പോളിടെക്നിക് ഇരിക്കുന്നത്. അത്ര റിച്ചാണ് ഈ വരിക്കോൽ. അവരുടെ ഒരു ബ്രാഞ്ചായിരുന്നു ഈ വാര്യത്ത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മച്ചി എൻ്റെ അടുത്ത് പറയും, മോൻ ചെറിയൊരു കാര്യം ചെയ്യും, ഈ ഒരു പുസ്തകം വായിച്ചിട്ട് വരാൻ പറയും. എനിക്കൊരു പുസ്തകം എടുത്ത് തരും. ഞാനത് വായിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അമ്മച്ചി എനിക്ക് രാമായണം,
മഹാഭാരതം, ഓരോരോ ഉപനിഷത്തുകൾ, വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ തരും. ഞാൻ 8, 9, 10 3 ക്ലാസ്സുകളിൽ പഠിക്കുമ്പം ഈ വാര്യത്തെ വീട്ടിൽ നിന്ന് ഹിന്ദു മതത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ, ബേസിക് ടെക്സ്റ്റ് വായിക്കാൻ തരാം. അപ്പോൾ ഞാനിതൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴാണ് ഈ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം, ഒരു 5000 കൊല്ലത്തെ ലിറ്ററേച്ചർ, സനാതനധർമ്മത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ഓരോ ഫിലോസഫിക്കൽ ബേസിസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഈ തൈലസ്വാമിയോട് ഞാൻ പോയി സംശയം ചോദിക്കും. വിജയ് ഹിമാലയത്തിൽ പോയി അവിടെ തപസ്സിരുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അപാരമായ അറിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഹീ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് ദിസ് മാറ്റർ. അപ്പോൾ ഞാൻ പരമത്തിന്മയുടെ പേരുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, MGHS സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവിടുത്തെ ക്രിസ്ത്യൻ ടീച്ചേഴ്സിൽ നിന്ന് ഇങ്ങനൊരു കാര്യം പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് ഹിന്ദുമതത്തിൻ്റെ ബേസിക് ടെസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ അത് വളരെ വലിയ ഒരു ഉൾക്കാഴ്ച കിട്ടി. അപ്പോൾ ആ സമയത്താണ് ഞാൻ പഠിക്കുന്ന സ്കൂളിലൊരു എലിസബത്ത് ടീച്ചറുണ്ട്, ചക്കട്ടത്തെ വീട്ടിലാണ്. അവർ ഈ ശ്രീമൂല അസംബ്ലിയിലെ പണ്ട് അംഗമായിരുന്ന മാവേലിക്കര പടിഞ്ഞാറേ തലക്കിലെ PH കുര്യൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ എൻ്റെ ബന്ധുകുടുംബമായത്. അപ്പോൾ ഒരിക്കൽ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ആവാൻ പറ്റിയ കുറേ തസ്തികകളുണ്ട്, പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, സ്കൂൾ പ്രൊഫസർ, സ്കൂൾ ടീച്ചർ, കോളേജ് പ്രൊഫസർ, ഇങ്ങനെ ഒരു 15 തസ്തിക പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥനാവാം, വലിയ ഓഫീസറാവാന്നൊക്കെ. ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നൊക്കെ ടീച്ചർ ക്ലാസ് എടുത്തു. അപ്പോൾ അംബീഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ ടീച്ചർ ഈ ഫുൾ സ്കാപ്പ് പേപ്പർ ഒരു 4-10 കൊണ്ടുവന്നിട്ട് അതിനെ 10 കീറി ഓരോ ഷീറ്റ്, എന്നിട്ട് ഓരോ ഷീറ്റും ഞങ്ങളുടെ എല്ലാം കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ജീവിതത്തിൽ എന്താവണമെന്നുള്ള അതിനകത്ത് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ 50 കുട്ടികൾ 46 പേരും 3 എഴുതി. ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ 3 എഴുതി. എൻ്റെ കൂടെയുള്ള ഒരുത്തൻ സബ് ഇൻസ്പെക്ടർ എന്ന് എഴുതി, വേറൊരാൾ പൈലറ്റ് എന്ന് എഴുതി. അപ്പോൾ ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തത് MA PhD IAS എന്ന് എഴുതി കൊടുത്തു. ടീച്ചർ ഇങ്ങനെ വായിച്ചിട്ട് എൻ്റെ മുഖത്തോടെ നോക്കും. ടീച്ചർ പറഞ്ഞു വന്നല്ല ഞാൻ എഴുതിക്കുന്നത്, ടീച്ചർ പറഞ്ഞ 15 എണ്ണത്തിൽ അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കി, പിന്നെ എന്നെ തുറച്ച് നോക്കി, എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. ടീച്ചറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ് മോണിഞ്ഞ് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചിറക്കി ആ സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോൻ എന്നെ കളിയാക്കാനാണോ എഴുതിയ? ഞാൻ പറഞ്ഞു, ടീച്ചറെ കളിയാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ഞാൻ ശാന്തമാമയെന്നാണ് വിളിക്കുന്നത്. ടീച്ചറെ ഓരോരുത്തരുടെ അംബീഷൻ എഴുതാമ്പോൾ ഞാൻ എൻ്റെ അംബീഷൻ എഴുതിയെന്ന് പറഞ്ഞു. ടീച്ചർ ആ കയ്യിലിരുന്ന പുസ്തകം വെച്ചിട്ട് എൻ്റെ നെറ്റിയിൽ തലയുടെ മുകളിലോട്ട് 2 കൈയും വെച്ച് ഒറ്റ അനുഗ്രഹം, മോന് എഴുതിയെല്ലാം മോന് സാധിക്കാൻ ഇടവരട്ടെ എന്നൊരൊറ്റ അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വലിയൊരു പ്രാധാന്യപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഞാനൊന്ന് ഒരമ്മയെന്ന് എഴുതി കൊടുത്തുള്ളൂ, 4 എടുത്തു. ഒരു PhD എന്ന് എഴുതി കൊടുത്തു, 2 PhD എടുത്തു. IAS പരീക്ഷ 2 തവണ പാസ്സായി. അപ്പോൾ 9ാം ക്ലാസ്സിലൊരു സ്വപ്നം വെക്കുമ്പം ആ സ്വപ്നം അനുഗ്രഹമായി ഭവിക്കുമ്പോൾ എങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ രൂപവും ഭാവവും മാറുമെന്നുള്ളത് വളരെ കൃത്യമായി സംഭവിക്കുന്നു. അപ്പോൾ എല്ലാ സ്കൂളിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ടീച്ചർ കുട്ടികൾക്ക് ഒരു വലിയ അംബീഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറ് ഒരു മുടന്തനായിരുന്നു. അദ്ദേഹത്തിന് പോളിയോ വന്നിട്ട് ഒരു കാലങ്ങ് വളഞ്ഞുപോയി. ഇദ്ദേഹം നല്ല ഭംഗിയായിട്ട് കഥ പറയും. അപ്പോൾ വയനാട്ടിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായൊരു കഥയുണ്ട്, വയനാട്ടിൻ്റെ ഓമന എന്ന് പറഞ്ഞൊരു ഒരു നോവലാണ്, ചെറിയ നോവലാണ്. പക്ഷേ ഈ സാറ് ഇതങ്ങോട്ട് കഥ പറയുമ്പോൾ ഈ വയനാടിൻ്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ പറയും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വയനാടിൻ്റെ SPO DIG ഒക്കെ ആയപ്പോൾ ഞാനവിടെ പോയി ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, ഈ നോവലിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം. പിന്നെ നെല്ലെന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോഴാണ് ഈ വയനാടിൻ്റെ മനോഹാരിത സിനിമയിൽ വന്നത്. അപ്പോൾ ഈ സാറിനൊരു സ്വഭാവമാണ്, ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോടും ഇവിടെ ജർണലുകളൊന്നും ചക്ക് ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിക്കും. അപ്പം ഞാൻ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയും. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 2-2:30 മണിയായപ്പം ഈ സാറ് വടി ഇടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കയറി വന്നു. അപ്പോൾ എൻ്റെ ഫാദർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, അമ്മ സ്കൂൾ ഹെഡ് മിസ്ട്രസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സാറ് ഒരു കുട്ടിയുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ എന്തോ കിസ്മത്ത് കാണിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനാണല്ലോ ഈ സാറന്മാർ കുട്ടികളുടെ വീട്ടിലോട്ട് വരുന്നത് അന്നത്തെ കാലത്ത് അങ്ങനെ. അപ്പോൾ എൻ്റെ ഫാദർ എന്നെ തെറിച്ച് നോക്കി, നീ എന്താ വേറെ കാണിച്ചിട്ടുണ്ടെന്നുള്ള സൂചന, ഹൈസ്കൂൾ മാസ്റ്റർ ആയതുകൊണ്ട്. അപ്പോൾ സാറ് വന്ന്
ഇരുന്നു. അമ്മ ചോദിച്ചു ചായ, അമ്മ ഉടനെ ചായ എടുത്തു വന്നു സാറിന് ചായ കൊടുത്തു. അത് ചോദിച്ചു എന്താ സാർ വന്നേ? അത് ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഒരുപാട് ചോദ്യം ചോദിക്കും. മറ്റു കുട്ടികൾ ഉത്തരം പറയാത്ത ചോദ്യത്തിനൊക്കെ സാറിൻ്റെ മോനങ്ങ് മറുപടി പറയും. അത് ഞങ്ങൾക്ക് വലിയ അത്ഭുതമാണ്. അപ്പോൾ സാറൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ NBS ഒരു എൻസൈക്ലോപീഡിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സാർ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് മോന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാറ്, അത് മുടന്തനായ ഒരു സാറ് വടിയിടിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ചെയ്യല്ലേ. എൻ്റെ ഫാദർ നേരെ കോട്ടയത്ത് പോയി NBS എൻസൈക്ലോപീഡിയ 10 വോളിയം വാങ്ങിച്ച് എൻ്റെ മേശപ്പുറത്തോട് വെച്ച്. ഞങ്ങൾ 4 പിള്ളേരുണ്ട്, എൻ്റെ മേശപ്പുറത്തോട് വെച്ച്. എനിക്കിത് റെഫറൻസ് കരുതുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഹോംവർക്ക് അങ്ങോട്ട് തീർന്നാവട്ടെ ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കും. വായിച്ച് രാത്രി ഉറങ്ങാൻ നേരം അവിടെ അടയാളം വെക്കും. പിറ്റേ ദിവസം സ്കൂളിൽ പോയി ക്ലാസ് കഴിഞ്ഞ് ഹോംവർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് വായന തുടങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് എവിടെ വരെ വായിച്ച അവിടെ അടയാളം വെക്കും. അപ്പോൾ 1ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 4 വർഷം കൊണ്ട് ഞാൻ ഈ 10,000 പേജ് വായിച്ച് തീർത്തു. ശുദ്ധ വിവരക്കേടാണ്. എൻസൈക്ലോപീഡിയ വായിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ വിവരക്കേടല്ലേ. പക്ഷേ എനിക്കിത് വിവരക്കേടെന്ന് അറിഞ്ഞൂടാ. അത് ഡിക്ഷണറി വായിക്കുന്ന പോലെ. ഡിക്ഷണറി വായിക്കുന്ന പോലെ എനിക്കിത് വിവരക്കേടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ കിട്ടിയ പുസ്തകം വായിക്കാൻ വേണ്ടി ഇങ്ങനെ വായിക്കുകയാണ്. പക്ഷേ ആ ഒരു എൻസൈക്ലോപീഡിയ വായന എൻ്റെ ജീവിതത്തിന് തറക്കല്ലിട്ട് ഈ പിന്നീടുള്ള ഈ ഇൻ്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ പഠനകാലത്തുള്ള അറിവ് നേടുന്നതിനുള്ള ഒരു പ്രോസസ്സ് ഈ 4 വർഷം കൊണ്ട് ഇട്ടു. അതുകൊണ്ട് എന്ത് പറ്റി, കോളേജ് ജീവിതം എത്തുമ്പോഴേക്കും എനിക്കിത് ഈ അറിവെടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. പില്ലറായി. പില്ലറായി. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ വട്ടപ്പേര് ഉണ്ടക്കണ്ണൻ എന്നായിരുന്നു. എൻ്റെ കണ്ണ് വളരെ വലുതായതുകൊണ്ടായി ഉണ്ടക്കണ്ണൻ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ കോളേജ് എത്തിയപ്പോൾ എനിക്ക് പിള്ളേരുടെ ഇരട്ടപ്പേര് ജീനിയസ് എന്നാണ്. കാര്യം ഈ എൻസൈക്ലോപീഡിയ വായിച്ച അറിവ് ഈ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്ന കാരണം ജീനിയസ് എന്ന് പേരിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പെക്കൂലർ ചില കാലഘട്ട സാഹചര്യങ്ങൾ ഒത്തുവരികയാണ്. വേറൊരു കുട്ടിക്ക് ഇത് കിട്ടണമെന്നില്ല, ഇങ്ങനൊരു നമ്പൂരി ഇല്ലത്തിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല, പുരോഹിത വൃന്ദത്തിൻ്റെ സന്ധി വരുമ്പോഴേ ജനിക്കണമെന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ 1980 ആയപ്പോൾ കോളേജ് ലെക്ചറായി. കോളേജ് ലെക്ചറായ സമയത്ത് ഞാൻ ഈ ജ്യോതിഷത്തിൻ്റെ ഭയങ്കര ശത്രുവാണ്. ജ്യോതിഷമൊക്കെ ഫുളിഷൻസാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനൊരിക്കൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി, തലവടിയിൽ, സിസ്റ്ററിൻ്റെ വീട്ടിൽ തലവടിയിൽ പോയി. അവിടെ വെച്ച് ചന്ദ്രൂരിലെ പ്രസിദ്ധനായ ശ്രീധരൻ ജ്യോത്സ്യരെ പറ്റി കേട്ടു. പൂർവ്വജന്മവും ഈ ജന്മവും ഒക്കെ പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു രസം തോന്നി, ഇതൊന്നും ചെക്ക് ചെയ്തിട്ട് തന്നെ കാര്യം. ഞാൻ പിറ്റേ ദിവസം കായൽ കടന്ന് അക്കരെ പോയി, ഒരു ബോട്ടിൽ കയറി അക്കരെ ചാടാം. അപ്പോൾ തലവടി നേരെ വന്നിട്ട് തകഴി വഴി അക്കരെ കയറി ബസ് പിടിച്ച് നേരെ ചന്ദ്രൂർ ചെന്നു. ഞാനവിടെ ചെന്നപ്പം ഈ ശ്രീധരൻ ഇറങ്ങി വന്നെങ്കിൽ ഞാൻ നോക്കി. തെക്കുന്ന് വരുമല്ലേ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ലെക്ചറാണെന്നോ ഞാൻ തെക്കുന്ന് ഒരു കാണുന്നോ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും ഓപ്പണായിട്ട് പറയാം. എന്നെ കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പലക കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചന്ദ്രൂർ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലൂടെ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പലകയിൽ എവിടെയാണോ ഈ നാണയം വെക്കുന്നത് അത് വെച്ചിട്ടാണ് അദ്ദേഹം ഭൃഗു സമ്മതം തുറക്കുന്നത്. അപ്പം ഭൃഗുമുനി 4000 വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദത്തിലെ ഋഷി മണ്ഡലം എഴുതിയ ഭൃഗു ഭാർഗവകുലത്തിൻ്റെ ഭാർഗവ മണ്ഡലമുണ്ട്, അത് എഴുതിയ അദ്ദേഹം ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ആളുകളുടെ ജാതകം എഴുതി വച്ചിരിക്കുകയാണ്. അത് തുറന്ന് വായിക്കും. ഇപ്പം തെക്കേ ഇന്ത്യയിൽ 2 ഉള്ളത്, തഞ്ചാവൂരും ചന്ദ്രൂരും. ഇപ്പം അടുത്ത കാലത്ത് വസിഷ്ഠൻ്റെ നാടി ആലപ്പുഴ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വള്ളത്തിൽ കൗശികമുനി വരുന്ന ഭാഗമാണ് വായിക്കുന്നത്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് സംസ്കൃതം കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഈ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് കുറച്ച് ഗ്രാസ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൗശികമുനി ഇങ്ങനെ വള്ളത്തിൽ വരികയാണ്. അപ്പോൾ ആദ്യം വന്ന വാക്ക് ജലാതി വാരിധേ, ജലം നീര് അതിയേറ്റ്. നീരേറ്റ് പോകുന്ന സ്ഥലത്താണ് സാറാവിലെ പുറപ്പെട്ടത്. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ സിസ്റ്ററിനെ ഇവിടെ നീരേറ്റ് പുറത്താണ്. അപ്പോൾ ഈ കൗശികമുനി ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയപ്പം ഇരുട്ട് പറക്കാൻ തുടങ്ങുകയാണ്. 5:30-6 മണിയായി. അപ്പോൾ ഇരുട്ടിന് സംസ്കൃതത്തിൽ തമസ്. അതെ, തോമസ് എന്നാണ് സാറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, അപ്പൻ്റെ പേര്. എൻ്റെ അപ്പൻ്റെ പേര് തോമസ് എന്നാണ്.
അപ്പോൾ അന്തരീക്ഷം വളരെ സരസമായൊരു കാഴ്ച. സരസം സാറാം എന്നാണ് സാറിൻ്റെ അമ്മയുടെ പേരെന്നത്. എൻ്റെ അപ്പൻ്റെ പേര് സാറാമെന്ന്. ഈ സമയത്ത് കൗശിക് മുനിയുടെ മൂക്കിലേക്ക് 2 സുഗന്ധദ്രവ്യങ്ങളുടെ മണം വന്നു. ഒന്ന് യാക്കോഗിയും ഒന്ന് മാരിയ. യാക്കോഗിയും യാക്കൂബ്, ജേക്കബ് എന്നാണ് സാറിൻ്റെ അപ്പൻ്റെ പേരെന്നത്. മാരിയം മറിയാമ്മ എന്നാണ് സാറിൻ്റെ അമ്മയുടെ പേരെന്നത്. അപ്പോൾ കൗശിക് മുനിയുടെ പേര് പറഞ്ഞിട്ട് കൗശികൻ കോശി എന്ന് പറഞ്ഞ സാറിൻ്റെ ഒരു അപ്പൻ്റെ അനിയൻ മരിച്ചു പോയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അനിയൻ മരിച്ചു പോയാളുടെ പേര് കോശി. അത് കൗശിക് മുനിയുടെ കൗശിയിൽ നിന്ന് കോശി എന്ന് വായിച്ചു. അവിടെ സാറ് തോമക, ത്രൈസക, ജോസക എന്ന മുറയ്ക്ക് ജനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ പേര് തോമക. എൻ്റെ മൂത്ത സഹോദരൻ്റെ പേര് ത്രൈസാമ്മ എന്നാണ്, ത്രൈസക. എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ജോസക. ആ മുറയ്ക്ക് ജനിക്കുമെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാറ് പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ ഒരു മന്ത്രിയാണ്. രാജാവിനോട് അങ്ങ് എതിർത്തു. രാജാവ് അങ്ങ് ഒരു കുളത്തിൽ മുക്കി കൊന്നിട്ട് അങ്ങയുടെ ശരീരം എടുത്ത് ആറ്റിലൊഴുക്കി കളഞ്ഞു. അങ്ങ് 6-നക്കരയ്ക്ക് ഇത്തവണ ജനിക്കും. ജനിക്കാൻ പോകുന്ന സ്ഥലം കോണം, തുമ്പ്, ഭൂമി, മണ്ണ്. തുമ്പമെന്നാണ് സാറ് ജനിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ തുമ്പം എന്നുള്ള പേര് കോണഭൂമി എന്നാണ് ഭൃഗുമുനി എഴുതി വച്ചിരിക്കുന്നത്. നവഗ്രഹേ 9 ഗ്രഹവും നോക്കി നിങ്ങൾ സ്ഥലത്ത് ജനിക്കും. നവം പുത്തൻ ഗ്രഹം വീട്. പുത്തൻ വീട് എന്നാണ് സാറിൻ്റെ വീട്ടു വരുന്നത്. എൻ്റെ പുത്തൻപിറന്നാൾ വീട്ടുകാർ ഈ നവഗ്രഹത്തിൽ നിന്ന് വായിച്ചു. വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് പ്രൊഡിക്റ്റ് ചെയ്യാം. അങ്ങനെ സാറ് പുനർജന്മം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്പലപ്പുഴ രാജാവിൻ്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രാജാവുമായിട്ട് എതിർത്തു. അത് 1760s 1760 അപ്പോൾ പാറയിൽ കൊച്ചു തരകൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കുളത്തിൽ മുക്കി കൊന്നിട്ട് ആറ്റിൽ ഒഴുക്കിയ ഒരു സംഭവം ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുനർജന്മമാണ് അങ്ങെന്ന് പറഞ്ഞു. അങ്ങ് ഈ അധ്യാപകനായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയല്ല. അങ്ങ് രാജ്യം ഭരിക്കുന്ന പരീക്ഷ എഴുതണം. എന്നോട് ചോദിച്ചു, രാജ്യം ഭരിക്കുന്ന പരീക്ഷയുടെ പേരെന്തുവാ? ഞാൻ IAS പരീക്ഷ അതെഴുതണം. ഞാൻ എഴുതിയാൽ എന്ത് പറ്റും? അങ്ങേക്ക് തലയിൽ കിരീടമുള്ള സർവീസ് കിട്ടുമെന്ന്. തലയിൽ കിരീടമുള്ള സർവീസ് എന്തുവാ? ഞാൻ പറഞ്ഞു IPS അത് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോലീസിനോട് യാതൊരു ആകർഷണവും ഇല്ല. അതൊന്നും പറഞ്ഞാക്കത്തില്ല. അങ്ങ് മന്ത്രിസ്ഥാനത്ത് ഭരണത്തെ സ്വാധീനിക്കുന്ന ഒരാളായേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് തലയിൽ കിരീടമുള്ള സർവീസ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ സത്യത്തിനത് വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ പോയി IAS പരീക്ഷ എഴുതി, പാസ്സായി, IPS അലോട്ട് ചെയ്തു. 2ാമത്തെ കൊല്ലം വീണ്ടും പോയി IAS എഴുതി. ഞങ്ങൾക്കന്ന് ആകെ 3 ചാൻസേ ഉള്ളൂ. 28 വയസ്സേ ഉള്ളൂ. ഇന്നത്തെ 32 വയസ്സിന് എഴുതാമൊക്കെയില്ല. അന്ന് 75 പേരാകുമ്പോൾ IAS കഴിഞ്ഞു. 55 IPSും കഴിഞ്ഞു. ആകെ 125 എല്ലാ സർവീസും തീരും. മെയിൻ സർവീസ് മുഴുവൻ തീരും. ഇപ്പോഴാണ് 1340 പേർക്കാണ് എൻട്രി ചെയ്തത്. 3ാമത്തെ തവണ എഴുതി വീണ്ടും IPS തന്നെ പോയി വേണം. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഭൃഗുമുനി 4000 കൊല്ലത്തിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന സംഭവമല്ലേ, അതങ്ങനെ തന്നെ സംഭവിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഈ തലയിൽ കിരീടമുള്ള സർവീസ് എന്ന് പറയുമ്പോഴേ കിരീടം വളരെ അഭിമാനാർഹമാണെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷേ ഈ കിരീടം ചിലപ്പോൾ മുൾക്കിരീടം ആവും, മനസ്സിലാകുന്നുണ്ട്. പോലീസിൽ പലപ്പോഴും മുൾക്കിരീടം ആവുമെന്നുള്ളതാണ് എൻ്റെ മറുവശം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രവചനമെല്ലാം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇനിയും അന്ന് സർവീതം രാജാവിൻ്റെ ഒരു രാമേന്ദ്രൻ എന്നായിരുന്നു. അപ്പോൾ ഇനിയും ഈ കേരളം രാമേന്ദ്രൻ ഭരിക്കും. അന്ന് അങ്ങ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്തവണ അങ്ങ് രാജാവിനോട് വഴക്കുണ്ടാക്കരുത്. 10 മാസം അങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ രാജാവ് തന്നെ അങ്ങേക്ക് നല്ലൊരു പോസ്റ്റിംഗ് അന്ന് വിടുമെന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് 1982 P. രാമേന്ദ്രൻ കേരള ഗവർണറായിട്ട് വന്നു. 86 എന്നെ ഗവർണർ ADC ആക്കി. ഞാൻ ഈ രാമേന്ദ്രൻ്റെ ADC ആയിട്ട് രാജഭവനിൽ ചെന്നു. കോടിയാല രാജകൊട്ടാരത്തിൻ്റെ സൈഡിൽ 3 വീടേ ഉള്ളൂ. 2 ADCമാരുടെ വീടും സെക്രട്ടറിയുടെ വീടും. വേറെ ആരുടെയും വീടില്ല. ആ ക്വാർട്ടേഴ്സ് ഞങ്ങൾ താമസിച്ചു. ഞാനിത് ഓർമ്മയുള്ളതുകൊണ്ട് 10 മാസം ഈ ഗവർണർ എന്തെല്ലാം കാണിച്ചാലും ഞാൻ ഒട്ടും തിരിച്ചു പറയത്തില്ല. 10 മാസം കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ ചാലെടുത്തു. ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് ഞാനാണ് പുറകെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ വന്നു. ഞാൻ പോയി മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് ഗവർണറെ കണ്ട് തിരിച്ച് മുഖ്യമന്ത്രി കാറെ കയറാൻ തുടങ്ങിയപ്പോൾ, എടോ
എനിക്കൊരു പോസ്റ്റിംഗ് തരണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ വെച്ചാൽ അതെന്തോ തനിക്കൊരു നല്ല ജില്ല തരണമെന്ന് ഗവർണർ റെക്കമെൻഡ് ചെയ്തിരിക്കുക. ഞാൻ തരാം അവിടെ തന്നെ കോട്ടയം എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ മൊത്തം. അങ്ങനെ എന്നെ പിടിച്ച് കോട്ടയം എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്തു ADC ആയിട്ടിരിക്കുക. അപ്പോൾ ഈ 4000 വർഷം മുമ്പ് ഭൃഗു എഴുതി വച്ചിരിക്കുകയാണ്. ഭൃഗു ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവുമെന്ന് യാതൊരു ഊഹവുമില്ല ഭൃഗുവിൻ്റെ കാലത്ത്. പക്ഷേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ നാമത്തിൽ ജനിക്കാൻ പോകുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഉണ്ടാകുന്ന പേരുകളും ജനന സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൃഗുവിന് പറഞ്ഞു 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കും. അങ്ങ് കൊല്ലരാജ്യത്ത് എന്ന് പ്രകാശത്തിൻ്റെ പര്യായമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലപ്പെടുമ്പോൾ അങ്ങൊരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ശോഭ എന്നൊരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ആ പെൺകുട്ടി അങ്ങ് കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് ഈ ജന്മത്തിൽ അങ്ങയുടെ ഭാര്യയാവാൻ വേണ്ടി ആ പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിതൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ IPS എല്ലാം കിട്ടി കേരളത്തിൽ വന്നു. അമ്മ ചോദിച്ചു കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു അമ്മ പോയി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് പോവാ, ഞാൻ എന്നെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ച കുട്ടിയായിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ പോയി എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു വന്നത്. എലിസബത്ത് എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്. ഞാൻ കല്യാണം കഴിച്ച് അവിടെ ചെന്നൊരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മദറിലോ എൻ്റെ ഭാര്യയെ വിളിക്കുകയാണ് പ്രഭയെന്ന് വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് പ്രകാശത്തിൻ്റെ പര്യായപദം പ്രഭ. കൊല്ലരാജ്യത്ത് പോയി കല്യാണം കഴിക്കുന്നത് ഞാൻ കൊല്ലം പട്ടണത്തിലാണ് ഭാര്യയുടെ വീട്. അവിടെ പോയിട്ട് കല്യാണം കഴിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പൂർവ്വജന്മത്തിലെ കാമുകിയാണ് ഈ ജന്മത്തിൽ ഭാര്യയായിരുന്നു. ഇത് 4000 വർഷത്തിന് മുമ്പ് ഭൃഗു എഴുതി വച്ചിരിക്കുകയാണ്. 4000 years ago ഭൃഗുമുനി എഴുതി വച്ചിരിക്കുന്നു. 4000 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു യുവാവ് ഏത് സർവീസിൽ കയറും, ഏത് സ്ത്രീയെ വിവാഹം കഴിക്കും, ഇതെല്ലാം എഴുതി അവിടെ വെച്ചിരിക്കുകയാണ്. ഭൃഗു അത് പറഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങ് ഇനിയും ഈ ഗ്രഹത്തിൽ വരും, പക്ഷെ അന്ന് ഞാൻ ഉണ്ടാവില്ല. പക്ഷെ അന്ന് വരുന്ന പ്രശ്നം ഇവിടെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീധരൻ മരിച്ചുപോയി, പണിക്കരെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ എറണാകുളത്ത് കമ്മീഷണറായി, പോലീസ് കമ്മീഷണറായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ എറണാകുളത്താണ്. നമുക്ക് പെണ്ണ് കാണാനായിട്ട് ആൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കാർ അറേഞ്ച് ചെയ്ത് അമ്മയും കൂടെ കയറ്റി എറണാകുളത്ത് അടിച്ചു വിട്ട് 2 ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ തുമ്പോണോട്ട് പോവാം. ചന്ദ്രൂർ പാലം കയറി ഇറങ്ങിയ ഉടനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അയ്യോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് SIയെ വിളിച്ചു. SI വന്നിട്ട് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വണ്ടി പരിശോധിച്ചിട്ട് പറഞ്ഞു സാറേ 2.5 മണിക്കൂറേലും എടുക്കും, തീരെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ മുറി പറയാം സാർ അവിടെ പോയി റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ചന്ദ്രൂർ സാധനം അടുത്താണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ SIയോട് പറഞ്ഞിട്ടോ ചന്ദ്രൂർ ശ്രീകറിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഈ ജീപ്പിൽ കയറി ചന്ദ്രൂർ വീട്ടിൽ ചെന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ശ്രീധരൻ മരിച്ചുപോയി. ശ്രീധരൻ്റെ മകനുണ്ട്, വിജയനുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ മണ്ടം നോക്കിയതാണ്, അതനുസരിച്ച് ഞാൻ ഇങ്ങനെ IPS കിട്ടി പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞു. വിജയൻ ചോദിച്ചു സാറിന് ഇപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞു അതേ, എൻ്റെ പെങ്ങൾക്കൊരു പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ വരുന്നുണ്ടായിരുന്നു, അതിന് ഞാൻ അമ്മയും കൂട്ടി പോകുമായിരുന്നു. അപ്പോഴാണ് ഇത് ബ്രേക്ക് ഡൗൺ ആയത്. ഇനിയിപ്പോൾ 2 മണിക്കൂർ ഞാൻ റിപ്പയർ ചെയ്തിട്ട് പോയാൽ അങ്ങ് ഇല്ലുമ്പോഴത്തേന് ചെറുക്കൻ വന്നിട്ട് പോകും, അതാകെ വല്ലാത്ത പരുവെന്നോ. ആ സാറൊരു കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി മൃഗസമ്പത്ത് തുറന്നിട്ട് നോക്കി. അവൻ പറഞ്ഞു സാറ് ഇതിന് പോയിട്ട് കാര്യമില്ല, നടക്കുകയില്ല, സാറ് കാർ റിപ്പയർ തിരിച്ചങ്ങ് എറണാകുളത്ത് പോയാൽ മതി. പക്ഷെ 1 മാസം കഴിഞ്ഞ് സാറിൻ്റെ വീട്ടിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുനിന്നൊരു കല്യാണാലോചന. ആ ചെറുക്കന് 4 അതിലധികം ആമ്പിള്ളേർ മാത്രമുള്ളൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. അവന് സ്വർണം കൈകാര്യം ചെയ്യുന്ന പണിയാണ്. അവൻ്റെ ഒരു കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പയ്യൻ സാറിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാർ റിപ്പയർ ആയിട്ട് കൊണ്ടുവന്നു. SI കൊണ്ടുവന്നു. ഞാൻ പിന്നെ കാറെ കയറി അമ്മയും കൊണ്ട് കൂട്ടി എറണാകുളത്തെയാണ്. എറണാകുളത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ഈ കാർ കേടായ സമയത്ത് ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വരുന്നില്ല, അവന് വേറൊരു കല്യാണം ഉറച്ചു വന്നത്. ഞങ്ങൾ ഈ കാർ കേടായില്ലായിരുന്നു, ഞങ്ങൾ അടിച്ചുവിട്ട് തുമ്പോണ്ട് പോയിട്ട് ഈ 150 കിലോമീറ്റർ പോയി തിരിച്ചു വരുന്ന സംഗതി മിച്ചം. 2 ദിവസത്തെ ലീവും പോയി കിട്ടും. അതെല്ലാം കഴിഞ്ഞ് അമ്മ ഞാൻ തിരിച്ച് നാട്ടിൽ കൊണ്ട് വിട്ടു. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കോൺഫറൻസിന് പോവുകയാണ്, സീനിയർ ഓഫീസേഴ്സ് കോൺഫറൻസാണ്. കായംകുളത്ത് എത്തിയപ്പോൾ അമ്മയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വണ്ടി ഡൈവേർട്ട് ചെയ്ത് അടിച്ചുവിട്ട് തുമ്പോണ്ട് വീട്ടിൽ ചെന്നിറങ്ങി. അമ്മ പറഞ്ഞു അയ്യോ മോനെ, മോൻ വന്ന വളരെ ഭാഗ്യമായിപ്പോയി, മോനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല, 1 മണിക്കൂർ കഴിഞ്ഞൊരു പയ്യൻ കാണാൻ വരുമെന്ന് പറഞ്ഞു.
മോളെ കാണാൻ വരുന്നത്. അന്ന് തന്നെ അന്ന് ഞാൻ ചെന്ന് കയറി 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ വിളിച്ചു വന്നു. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വീട്ടിൽ ഫോണില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഇറങ്ങിച്ചെന്ന ഒരു സ്ഥലത്തൊന്നും എന്നെ വിളിച്ച് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഞാൻ ഈ അമ്മയെ കാണുന്ന ആഗ്രഹം അടിച്ചുവിട്ട് ചെന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പം ആളുകളുണ്ട്. തൊടുപുഴയിൽ നിന്നാണ്. 110 കിലോമീറ്റർ. 5 ആൺമക്കളെ ഉള്ള ആ വീട്ടിൽ. അപ്പം 4 അതിലധികം ആൺകുട്ടികളുണ്ടെന്ന കാര്യം ശരിയായി. അപ്പോൾ കാണാൻ വന്ന പയ്യൻ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റംസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ സ്വർണ്ണം കൈകാര്യം, ഞാൻ വിചാരിച്ചുള്ള തട്ടാൻ്റെ കുടുംബത്തിൽപ്പെട്ട വല്ലതും ആയിരിക്കുമെന്ന്. അപ്പോൾ സ്വർണ്ണം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. കുറച്ച് കഴിഞ്ഞ് ഈ പയ്യനിങ്ങനെ മുകളിലത്തെ ഫോട്ടോ നോക്കാനായിട്ട് പോയപ്പോൾ ഒരു കണ്ണ് കോങ്കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ 4 ഘടകങ്ങൾ ഒത്തിയാകും. പെണ്ണുകൊണ്ട് അവൻ പറഞ്ഞു കല്യാണം റെഡി, കല്യാണം നടന്നു. പുള്ളി അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു കസ്റ്റംസിൻ്റെ. പുള്ളി മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പോൾ ഈ 4 ലക്ഷണങ്ങളുള്ളൊരു പയ്യൻ വരുമെന്ന് 4000 കൊല്ലത്തിന് മുമ്പ് മൃഗസംഹിതയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഭാഗം ബാക്കിയുണ്ട്, അതിനി മറ്റൊരു പുസ്തകം നോക്കുമ്പോഴേ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഗവർണർ ADC ആയിരുന്നു. ഇപ്പോൾ ഗവർണറെ കൊണ്ട് ഞങ്ങൾ പോയി തഞ്ചാവൂർ പോയി. അപ്പോൾ ഗവർണർക്ക് 3 പ്രൈവറ്റ് ഫങ്ഷനാണ്. അപ്പോൾ ഗവർണർ എന്നോട് പറഞ്ഞു, പ്രൈവറ്റ് ഫങ്ഷനൊന്നും അലക്സാണ്ടർ യൂണിഫോം ഇട്ടോ നിൽക്കേണ്ട അലക്സാണ്ടർ ഗസ്റ്റ് ഹൗസിൽ പോയി റെസ്റ്റ് ചെയ്യും, ഞാൻ പ്രൈവറ്റ് വണ്ടിയിൽ പോയിട്ട് അതെല്ലാം അങ്ങനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗവർണർ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ വൈദീശ്വരൻ കോവിലൊന്ന് പോയാക്കൊള്ളാമെന്നൊരാഗ്രഹം. പുള്ളിയോടെ DYSP വിളിച്ചു. എൻ്റെ ADCയെ വൈദീശ്വരൻ കോവിലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ 22 കിലോമീറ്റർ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഈ വൈദീശ്വരൻ കോവിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. കറക്റ്റായിട്ട് നോക്കുന്ന 5 വീട്ടുകാരുണ്ട്. പൂശമുത്തുവിൻ്റെ കുടുംബം ഉൾപ്പെടെ 5 വീട്ടുകാർ ഒറിജിനൽ സാധനം നോക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ ഈ പൂശമുത്തുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പൂശമുത്തു അഗസ്ത്യ നാടി എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഭൃഗുനാടി സംസ്കൃതത്തിലാണ്, അഗസ്ത്യനാടി തമിഴിലാണ്. പക്ഷേ ഭൃഗു സംസ്കൃതത്തിൽ എഴുതിയ അതേ സാധനങ്ങളാണ് അഗസ്ത്യനാടിയിൽ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് സാധനം എഴുതി വെച്ചിരിക്കുക. പക്ഷേ ശ്രീധരൻ പണിക്കർ നോക്കിയപ്പോൾ കാണാത്ത ഭാഗം ഒരു പാരഗ്രാഫ് അഗസ്ത്യനാടിയിലുണ്ട്. അങ്ങേക്ക് 3 പെൺമക്കളെ ഉണ്ടാവുള്ളൂ, ആൺകുട്ടികളുണ്ടാവില്ല. മൂത്ത മകൾക്ക് ഭഗവാന്റെ അമ്മയുടെ പേരായിരിക്കും, രണ്ടാമത്തെ ആൾ ഭഗവാന്റെ സ്ത്രീലിംഗമായിരിക്കും, മൂന്നാമത്തെ ആൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവളെന്നായിരിക്കും ആ കുട്ടിയുടെ പേരെന്നാണ്. മൂത്ത ആൾ ചരിത്രം പഠിക്കും, രണ്ടാമത്തെ ആൾ യന്ത്രത്തിനകത്തൊരു രഹസ്യം പഠിക്കും, മൂന്നാമത്തെ ആൾ മനസ്സിനകത്തൊരു രഹസ്യം പഠിക്കും. ഇതിൽ പറഞ്ഞ പോലെ എനിക്ക് 3 പെൺമക്കൾ ജനിച്ചു. മൂത്ത ആൾ ചരിത്രം പഠിച്ചു. അപ്പോൾ മൂത്ത മോൾ ജനിച്ചപ്പം ഞങ്ങളുടെ സിറിയൻ പാരമ്പര്യം അനുസരിച്ച് അപ്പൻ്റെ അമ്മയുടെ പേരുണ്ട്. എൻ്റെ അമ്മയുടെ പേര് മറിയം. അപ്പോൾ ഭഗവാന്റെ അമ്മ, യേശുവിൻ്റെ അമ്മയുടെ പേര് മറിയം. രണ്ടാമത്തെ മോൾ ജനിച്ചപ്പോൾ സിറിയൻ ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം അനുസരിച്ച് അമ്മയുടെ പേരാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേര് ജെസ്സി എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ സ്ത്രീലിംഗം, ഭഗവാന്റെ സ്ത്രീലിംഗം. മൂന്നാമത്തെ മോൾ ജനിച്ചപ്പം എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് മക്കളില്ല. അപ്പോൾ മക്കളില്ലാത്ത അമ്മയുടെ അനിയത്തിയുടെ പേരിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മു എന്ന് പേരിട്ടു. അമ്മു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവൾ. ജയലളിതയുടെ ഒറിജിനൽ നെയിം അമ്മു. 3 പേരിട്ടു. ഈ അഗസ്ത്യനാടിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ മൂത്ത മോൾ ചരിത്രം എടുത്തു, BAയ്ക്കും MAയ്ക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. രണ്ടാമത്തെ മോൾ യന്ത്രത്തിനകത്ത് രഹസ്യം പഠിച്ചു, BTech പഠിച്ചു, അവിടെ കോളേജിൽ നിന്ന് മെഡൽ വാങ്ങിച്ചു, ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. മൂന്നാമത്തെ മോൾ മനസ്സിനകത്ത് രഹസ്യം പഠിച്ചു, സൈക്കോളജി പഠിച്ചു, MSc എടുത്തു, MPhil എടുത്തു, PhD എടുത്തു. MPhilൻ്റെ ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു. PhD എടുത്തു. ഇപ്പം ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. എൻ്റെ മൂത്ത മോൾ ബാങ്ക് മാനേജറായിട്ട് കയറി കാനറ ബാങ്കിലെ ലെവൽ 3 മാനേജറാണ്. രണ്ടാമത്തെ മോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് BTech ഒക്കെ എടുത്തിട്ട് ഇവിടെ ടെക്നോ പാർക്കിലാണ്, ഇപ്പോൾ ഒരു ടീച്ചിങ് സർവീസിലാണ്. അപ്പോൾ ഗർഭത്തിൽ പോലും ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു കുട്ടി ഏത് ലിംഗത്തിൽ ജനിക്കും, എന്തായിരിക്കും ആ കുട്ടിയുടെ പേര്, ആ കുട്ടി എന്ത് പഠിക്കും, ഇത് 4000 കൊല്ലത്തിന് മുമ്പ് എങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയാൻ പറ്റുക? അത് ഞാൻ പഠിച്ച ഒരു സയൻസിൽ എക്സ്പ്ലെയിൻ ആക്കത്തില്ല. ഞാൻ BSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ഒരാളാണ്. പക്ഷേ മോഡേൺ സയൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈന്ദവ സന്യാസിമാരുടെ ഈ അസാധാരണമായ കഴിവുകൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ IPS കഴിഞ്ഞ് ഭാരത ദർശനത്തിന് പോയി. ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ പോയി കഴിഞ്ഞാൽ ത്രിവേണി സംഗമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു DYSP പറഞ്ഞു, സാറേ ഇല്ല, ഗുഹയ്ക്കകത്ത് ഒരു സന്യാസി ഇരിപ്പുണ്ട്,
സാറിനെപ്പോലുള്ള ആൾ അവിടെ പോയി സംസാരിച്ചാൽ അത് വളരെ രസകരമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പവർ കണ്ടാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ ചാർജുള്ള ഡി ജിയോട് പറഞ്ഞു എനിക്കൊന്ന് അവിടെ പോകണമെന്ന്. പിന്നീട് പഞ്ചാബ് DGP ആയ സുമേർ സിംഗ് സൈനിയും വേറൊരു മധ്യപ്രദേശിലെ ഉദ്യോഗസ്ഥനും ഞാനും കൂടി ഈ സന്യാസിയെ കാണാൻ പോയി. 90% നേക്കഡാണ്, ഒരു കൗബീനവും ചെറിയൊരു സംഭവം. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം ഞങ്ങളുടെ 3 കണ്ണിലിങ്ങനെ തുറിച്ച് നോക്കി. എന്ത് തുണ്ട് കടലാസ് ഒരു 3 എടുത്തിട്ട് എന്തോ എഴുതി അത് ഞങ്ങളുടെ 3 കൈ തന്നിട്ട് പോക്കറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോക്കറ്റ് ഇട്ടു. എന്തൊരു അറിവാ മനുഷ്യനെന്നറിയോ. നമ്മൾ ഈ പുസ്തകം എൻസൈക്ലോപ്പീഡിയൊക്കെ വായിച്ച അറിവ് ഈ മനുഷ്യൻ്റെ ഈ 90% നഗ്നനായിരിക്കുന്ന സ്വാമിയുടെ മുമ്പിൽ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഒരു അറിവാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ പ്രത്യേക അനുവാദം വാങ്ങിച്ച് വന്നതാണ്. നിങ്ങൾ 3 ഒരു വാചകം മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു. ധ്യാനിച്ച് സ്വാമിജി ഏത് ഭാഷ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ചിന്തിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഗോഡ് ഈസ് ലവ് എന്ന് ചിന്തിച്ചു. എൻ്റെ കൂടെ വന്ന സുമേർ സിംഗ് സൈനി, പിന്നീട് പഞ്ചാബ് DGP ആയ മനുഷ്യൻ, അദ്ദേഹം കബീറിൻ്റെ ദോഹയിൽ നിന്നൊരു നമ്മുടെ ഗുരു ഗ്രന്ഥ് സാഹിബിൽ നിന്നൊരു പഞ്ചാബി ഭാഷയിലൊരു വാചകം ആലോചിച്ചു. എൻ്റെ കൂടെ വന്ന 3ാമത്തെ ഓഫീസർ ഹിന്ദിയിൽ കബീറിൻ്റെ ഒരു ദോഹയിൽ നിന്നൊരു വാചകം ആലോചിച്ച് കഴിഞ്ഞോ? ഞങ്ങൾ ഒന്ന് കഴിഞ്ഞു. എന്നാൽ പോക്കറ്റിനകത്ത് നോക്കാൻ പറഞ്ഞു. ഞാനെൻ്റെ പോക്കറ്റിന് തുണ്ടകളാസ് നോക്കുമ്പോൾ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സുമേർ സിംഗ് സൈനി പേപ്പർ എടുത്തപ്പം ഗുരു ഗ്രന്ഥ് സാഹിബിൽ നിന്നുള്ള വാചകം എഴുതി വെച്ചിരിക്കുകയാണ്. മറ്റേ ആളെടുത്ത് നോക്കുമ്പോൾ കബീറിൻ്റെ ദോഹയാണ്. അപ്പം ഞങ്ങളുടെ തലച്ചോറിൽ ചിന്തിക്കുന്നതിന് ഒരു 30 minutes അഡ്വാൻസ് നമ്മുടെ തലച്ചോറ് എന്താണോ ചിന്തിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ട ശേഷം 3 ഭാഷകളിൽ അദ്ദേഹം മനുഷ്യൻ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പെൻസിൽ പോലെ സാധനം എടുത്ത് വെച്ചിട്ട് 3 ഭാഷകൾ അത് എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കാൻ പോകുന്നതിനേക്കാളും ഒരു ഹാഫ് ആൻ അവർ ഏർലിയർ ഹി ഹാസ് ആൻറ്റിസിപ്പേറ്റഡ് അവർ തോട്ട്സ്. ഒന്നുകിൽ അദ്ദേഹം എഴുതിയ സാധനം ഞങ്ങളുടെ മനസ്സിലോട്ട് തോന്നിപ്പിച്ച് തന്നു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അദ്ദേഹം അരമണിക്കൂർ മുമ്പ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. രണ്ടായാലും ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഹിന്ദു സന്യാസിമാരുടെ കഴിവുകൾ നമ്മൾ അമ്പരന്ന് പോകാൻ. ഇപ്പോൾ ഞാൻ DIG നോർത്ത് ഇന്ത്യയിലാണ്, കോഴിക്കോട്. അപ്പോൾ ബോർഡർ DIGസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ കർണാടകത്തിലെ DIG ഇരിക്കുന്ന മാണ്ഡ്യയിലാണ്, അതെ, കോഴിക്കോടിനാണ്. അപ്പോൾ ഞങ്ങൾ ബോർഡർ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് DIG പറഞ്ഞു, അലക്സാണ്ടർ, യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ സ്പിരിച്വൽ പവർ ആൻഡ് ഓൾ. ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. ദർ ഇസ് എ സന്യാസി ഹിയർ ഹു ഹാസ് സം സ്പിരിച്വൽ പവർ. ഗോ ആൻഡ് മീറ്റ് ഹിം ബിഫോർ യു ഗോ ബാക്ക് എന്നാണ്. അപ്പോൾ ഞാനൊരു DYSPയും കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇലക്ട്രിക് കണക്ഷനൊന്നുമില്ല. സൂര്യപ്രകാശം ഇങ്ങനെ ചെറിയ ചെറിയ ഗോളങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ വീട്ടിനകത്തോട്ട്, ഈ സന്യാസിയുടെ വീട്ടിനകത്തോട്ട് കയറുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറത്ത് പോയി ചേർന്ന ശേഷം ഇദ്ദേഹത്തിൻ്റെ തൊലി ഷൈൻ ചെയ്യാം. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നൊരു മദാം ഇവിടെ വന്നിട്ട്, ദിസ് ഈസ് ഫ്രോഡ്, ഐ വിൽ ഡിസ്പ്രൂവ് ദിസ് ഫോളോ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഈ മെസ്മറിസം ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഓൺ ഹ്യൂമൻ ബ്രെയിൻ, നോട്ട് ഓൺ ദ ക്യാമറ. ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് മദാം പറഞ്ഞു, ഹോ ദിസ് ഈസ് റിയൽ. ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രകാശം ഇങ്ങനെ ഗോളമായിട്ട് വന്നിട്ട് ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ട ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് മുറിക്കകത്ത് കയറുമ്പോൾ ഒരു 6-6:30 മണിയായി. നോ ലൈറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദിസ് റൂം. ഹിസ് ബോഡി ഷൈൻസ്. ഈ പ്രകാശം അബ്സോർവ് ചെയ്തിട്ട് ഹി ഷൈൻസ് വിത്ത് ഹിസ് ബോഡി. ഹി ഡസൻറ്റ് ഈറ്റ് എനിത്തിങ്. പുള്ളി ഒരു 11-12 മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കും. എന്നിട്ട് സൂര്യപ്രകാശം, നമ്മൾ ഈ സൂര്യപ്രകാശം ഫോട്ടോസിന്തസിസ് വഴി സസ്യങ്ങൾ ആഗിരണം ചെയ്ത് ഭക്ഷണമാക്കും. നമ്മൾ തിന്നിട്ട് അത് നമ്മുടെ ലിവർ അങ്ങോട്ട് ദഹിപ്പിച്ചിട്ട് അത് എനർജിയാക്കി തരുമല്ലേ. സന്യാസിക്ക് ഒന്നും വേണ്ട. സന്യാസി നേരെ സൂര്യപ്രകാശ ശരീരത്തോട്ട് അബ്സോർബ് ചെയ്തിട്ട് ഹി യൂസസ് ദാറ്റ് എനർജി ഫോർ ഹിസ് ഡെയിലി ലൈഫ്. ഹിസ് ലിവർ ഡസൻറ്റ് ഹാവ് എനി വർക്ക്. ഹി നീഡ് നോട്ട് ഹാവ് എനി ഇൻഡസ്റ്റൈൻ. ദഹിപ്പിച്ചിട്ട് ഊർജ്ജം ഡിസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മദാം എനിക്കത് അയച്ചു തന്നു, ഈ ഗോളം പോലെ ഇരിക്കുന്ന. പക്ഷേ എൻ്റെ ഐപാഡിനൊരു ഇടയ്ക്കൊരു കേട് വന്നൊരു 400 മാഞ്ഞുപോയി, അക്കൂട്ടത്തിൽ മാഞ്ഞുപോയി. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് സന്യാസീസ് നമ്മളെ അവരുടെ ആ സ്പിരിച്വൽ പവർ, അവരൊരു യൂണിവേഴ്സിറ്റിയും പോയി പഠിച്ചിട്ടില്ല, ഒരു PhD അവരെടുത്തിട്ടില്ല. പക്ഷേ അവരുടെ ആ നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ആ പ്രസിദ്ധമായ ധ്യാന സ്പിരിച്വൽ പവർ, അവരുടെ ഈ ധ്യാനത്തിലൂടെ അവർ നേടിയെടുക്കുന്ന അപൂർവമായ സംഭവങ്ങളാണ്. ഇത് നമ്മളെ അമ്പരപ്പിക്കുകയാണ്. ഇപ്പോൾ മധുരയിൽ ജീവിച്ചിരുന്ന ശ്രീനിവാസ റാവു, അദ്ദേഹം നമ്മളൊക്കെ ഈ യോഗാസനത്തിൻ്റെ 3-ാം പടി വരെ കയറുമ്പോൾ അദ്ദേഹം 7-ാം പടി വരെ കയറിയൊരു മനുഷ്യനാണ്. അപ്പോൾ BBC വേൾഡ് സർവീസ് വാണ്ടഡ് ടു ഡിസ്പ്രൂവ്
ദാറ്റ് ദിസ് സ്പിരിച്വൽ പവർ ഈസ് ഫോൾസ്ഹുഡ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ BBC വേൾഡ് സർവീസ് 3-4 ശാസ്ത്രജ്ഞന്മാരെയും 3-4 ഡോക്ടർമാരെയും കൂട്ടി മധുരയിൽ വന്നു ശ്രീനിവാസ് റാവുവിനെ കാണാനായിട്ട്. ശ്രീനിവാസ് റാവു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഫ് യു വോണ്ട് ചെക്ക് സംതിങ് ഐ വിൽ ഷോ യു വാട്ട് ഈസ് പോസിബിൾ. അപ്പോൾ ഡോക്ടർമാർ ചോദിച്ച ഒരൊറ്റ കാര്യമാണ്, വിത്ത് യുവർ ധ്യാന, വിത്ത് യുവർ തപസ്, ക്യാൻ യു ഇൻഫ്ലുവൻസ് യുവർ ഇൻവോളണ്ടറി മസിൽസ്? സ്വാമിജി പറഞ്ഞു, യെസ്, നോട്ട് ഓൺലി വോളണ്ടറി, ഇൻവോളണ്ടറി മസിൽസ് ഓൾസോ. അവർ പറഞ്ഞു, ക്യാൻ യു ഇൻഫ്ലുവൻസ് യുവർ ഹാർട്ട്? ശ്രീനിവാസ് റാവു പറഞ്ഞു, യെസ്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ECG മെഷീനും ആ പൾസ് മെഷീനും എൻ്റെ ശരീരത്തോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. He started fluctuating his pulse, 72, 82, 92, 102, 112, 122, 142 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, this man is going to die. ശ്രീനിവാസ് റാവു, നോ പ്രോബ്ലം, ഐ വിൽ ഷോ ഇറ്റ് ഇൻ ദ റിവേഴ്സ്. പുള്ളി പൾസ് താപ്പോട്ട് താക്കാൻ തുടങ്ങി. 72, 62, 52, 42, 32, 22. വീണ്ടും ഡോക്ടർമാർ ഭയന്നു. ശ്രീനിവാസ് റാവു പറഞ്ഞു, ഐ വിൽ ഷോ യു ദിസ് മെഷീൻ ഈസ് യൂസ്ലെസ്. പുള്ളി ഹാർട്ടിനെ എന്തോ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ECG മെഷീൻ്റെ ഫ്ലക്ച്വേഷൻ പോയിട്ട് സ്ട്രെയിറ്റ് ലൈനായി. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനായുള്ള മരിക്കുമെന്നുള്ളതാണ്. ഈ ഹാർട്ട് അറ്റാക്ക് ആയ മനുഷ്യന് ECG മെഷീൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ സ്ട്രെയിറ്റ് ലൈനെ ആൾ ചത്തല്ലോ. സിനിമയിലൊക്കെ അതല്ലേ കാണിക്കാം. ശ്രീനിവാസ് റാവുവിൻ്റെ ECG മെഷീൻ സ്ട്രെയിറ്റ് ലൈനായി. അപ്പോൾ ഇവർ പേടിച്ചു പോയി, ആൾ എത്തോ എന്ന്. പുള്ളി ഡോണ്ട് വറി, നിങ്ങളെ ചുമ്മാ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, ഒരു പ്രശ്നമില്ലാന്ന്. പുള്ളിയുടെ ഹാർട്ട് നോർമലായി. BBC റെക്കോർഡ് ചെയ്തിട്ട് പുട്ടിട്ട് ഓൺ ദ BBC വേൾഡ് സർവീസ്. വാട്ട് ആർ പോസിബിൾ ഫോർ ഇന്ത്യൻ സന്യാസീസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പാഠമായിരുന്നു. അപ്പോൾ ഈ തപസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങൾ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ധീരേന്ദ്ര ബ്രഹ്മചാരി കള്ള സന്യാസിയാണെന്നൊക്കെ വിളിക്കപ്പെടുന്ന മനുഷ്യനാണ്. അദ്ദേഹം റഷ്യയിൽ ചെന്ന് സൈബീരിയ കാണാൻ പോയി. അപ്പോൾ സൈബീരിയയിൽ -46 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അവിടെ ജനിച്ചുള്ള റഷ്യക്കാർ വലിയ 3 കോട്ടൊക്കെ ഇട്ടിട്ട് ശ്വസിക്കുമ്പോൾ മൂക്കിനകത്തൂടെ പോക്കോളിൽ നിന്ന് പുക വന്ന പോലെ നീരാവി വന്നുകൊണ്ടിരിക്കുകയാണ്. ധീരേന്ദ്ര ബ്രഹ്മചാരിക്ക് ഒരു വേഷമില്ല, ചെറിയൊരു മുണ്ട്, ഒരു മേൽമുണ്ട്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സ്വാമി യു വിൽ ഡൈ, ബിക്കോസ് നോ പ്രോബ്ലം, ഐ ഡോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം. പുള്ളി 45 മിനിറ്റ് അവിടെ നിന്നിട്ട് ഈ -46 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്നിട്ട് സുഖമായിട്ട് വർത്താനം പറഞ്ഞു. ഹിയർ നോ പ്രോബ്ലം, നോ ഡ്രസ്, നോ വൂളൻ ഡ്രസ്, ഒരു മുണ്ടും ഒരു മേൽമുണ്ടും മാത്രം. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? പുള്ളി പറഞ്ഞു, ദിസ് ഈസ് അവർ ധ്യാന, ദിസ് ഈസ് അവർ തപസ്. വി യൂസ് അവർ സ്പിരിച്വൽ പവർ, അവർ യോഗാസന ടു കൺട്രോൾ അവർ ബോഡി. വാട്ട് ഐ ഹാവ് ഡൺ ഈസ് സംതിങ് വെരി സിമ്പിൾ. ഞാൻ എൻ്റെ സ്കിന്നിനെ ഇൻസുലേറ്റ് ചെയ്തു. എൻ്റെ ശരീരം ചൂട് പുറത്തോട്ട് പോകത്തില്ല, പുറത്തുള്ള തണുപ്പ് എൻ്റെ ശരീരത്തോട്ട് കയറുകയില്ല. സോ മൈ ടെമ്പറേച്ചർ റിമൈൻസ് 99.54 degrees. 45 minutes യോഗേന്ദ്ര ബ്രഹ്മചാരി stood in Siberia and talked. Absolutely no problem. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രന്മാർ അമ്പരന്ന് പോയി. അപ്പോൾ ഇന്ത്യയുടെ ഹിന്ദുമതത്തിൻ്റെ ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, ധ്യാനം, തപസ് അസാധാരണമായ കഴിവുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. ഓരോ സ്ഥലത്ത് പോയി കാണുമ്പോൾ, ഓരോ ക്ഷേത്രത്തിൽ പോയി കാണുമ്പോൾ ആ ക്ഷേത്ര നിർമ്മിതിയിലുള്ള അത്ഭുതം